ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും പറയുന്ന ഇൻട്രോ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു പറഞ്ഞ ആ ഒരു ഇൻട്രോ നമുക്കിന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ ഒരുപറ്റം സഹോദരങ്ങൾ അവരുടെ ജീവിതവും ജീവനും നഷ്ടപ്പെട്ട് ഒരു വലിയ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുകയാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പം 2.9K അബവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഇതിൽ എല്ലാവരും ഒന്നും കാണത്തില്ലായിരിക്കും നമ്മുടെ വീഡിയോസ്. എന്നാലും അതിൽ ഇപ്പോൾ കാണുന്നവരാരിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായം അവർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിപ്പം 1 രൂപയാണെങ്കിൽ 1 രൂപ, 10,000 10,000, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഒരിക്കലും അതിനൊരു ചെറുതോ വലുതൊന്നല്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്താലും അത് അവർക്ക് വലിയൊരു സഹായമായിരിക്കും. അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹമാണ് അവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ സർവീസ് എടുത്തു കൊടുക്കുക എന്നുള്ളത്. സോ ആർക്കെങ്കിലും അങ്ങനെ അറിയാവുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയുന്ന സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുത്ത് ഫ്രീ സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റർ നിർമ്മിക്കുന്നതിനും പെട്ടെന്ന് പ്ലസ് മൈനസ് മാത്രമാണ് ഓർക്കുക. പക്ഷെ അതല്ല, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ചില കൺഫ്യൂഷൻസ് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പം അതൊക്കെ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയാണ്, ചുമ്മാ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റ് ചുമ്മാ വായിച്ചിട്ടും കാര്യമില്ല. മാക്സിമം പ്രോഗ്രാംസ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോയിൽ എല്ലാ ടോപ്പിക്സിനും 1-2 പ്രോഗ്രാം മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് അറിയാം, നമുക്കെല്ലാം ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. സോ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആ പ്രോഗ്രാമിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തുക, അല്ലെങ്കിൽ മറ്റ് എക്സാമ്പിൾസ് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കുക, നിങ്ങൾ ചെയ്യുക. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ മാക്സിമം പ്രോഗ്രാംസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു പർട്ടിക്കുലർ ഫോൾഡർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ പ്രോഗ്രാംസ് സേവ് ചെയ്ത് പോകുക. അതിപ്പം ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്, സി ആണെങ്കിലും ജാവ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും വാട്ടെവർ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ഫോൾഡർ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രം നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സ്റ്റുഡൻറ് ഇൻ ദ സെൻസ് കോളേജിൽ പഠിക്കുന്നതെന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. കോളേജിൽ പഠിക്കുന്നവരാകാം, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാകാം, ആരൊക്കെയാണോ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. ഓക്കെ, സോ അവർ മാക്സിമം പ്രോഗ്രാം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് വെബ്സൈറ്റ്സ് റിസർച്ച് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ എന്തെങ്കിലും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ അതിലൊന്ന് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് നിങ്ങളത് ഷെയർ കൊടുക്കുക. പിന്നെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക, നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കുന്നവർക്ക് അയക്കുക. അതിൽ ഒരുപാട് പേര് അയക്കുന്നുണ്ട്, അതിന് മാക്സിമം റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട്. സോ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സി പ്രോഗ്രാമിലെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സോ എന്താണ് ഓപ്പറേറ്റർ? വാട്ട് ഈസ് ഓപ്പറേറ്റേഴ്സ്? ഓപ്പറേറ്റർ മീൻസ് എ സിമ്പിൾ ദറ്റ് ഇസ് യൂസ് ടു പെർഫോം ഓപ്പറേഷൻസ്. ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ സിമ്പിൾസിന് പറഞ്ഞ പേരാണ് ഓപ്പറേറ്റേഴ്സ്. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. 1 + 2 = 3. ഇതൊരു ഓപ്പറേഷനാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 2 ഓപ്പറേറ്റേഴ്സാണ്. ഒന്ന് 1 + 2 എന്നുള്ളതിൻ്റെ പ്ലസ്, അതൊരു ഓപ്പറേറ്ററാണ്. അതുപോലെ =3 അല്ലെങ്കിൽ ഈക്വൽസ് കൊടുത്തേക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്. ഓക്കെ, സോ ഇതുപോലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് സി പ്രോഗ്രാമിങ്ങിലല്ല, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുണ്ട്. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സ്. എല്ലാ ലാംഗ്വേജിൽ തന്നെ ഓൾമോസ്റ്റ് സെയിം ഓപ്പറേറ്റേഴ്സിന് വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ചില പേരുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സ് നോക്കുന്നു. സോ സി പ്രോഗ്രാമിങ്ങിലെ ടൈപ്സ് ഓഫ് അല്ല ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്താണ് കൊടുത്തേക്കുന്നത്. അതിന് മുന്നേ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു ടൈം ഉണ്ട്, ഓപ്പറാൻഡ്സ്. വാട്ട് ഈസ് ഓപ്പറാൻഡ്? ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്ന പേരാണ് ഓപ്പറാൻഡ്സ്. ഫോർ എക്സാമ്പിൾ 1 + 2, അതിൽ 1-നും 2-നും പറഞ്ഞ പേരാണ് ഓപ്പറാൻഡ്സ്. അല്ലെങ്കിൽ പ്ലസിന് പറഞ്ഞ പേരെന്താ? ഓപ്പറേറ്റർ. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. സോ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് സി പ്രോഗ്രാമിലെ ഓപ്പറേറ്റേഴ്സിനുള്ളത്. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, ternary or conditional operators,
ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇത്രയാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിംഗ്. ഇത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് അരിതമെറ്റിക് ഓപ്പറേറ്റർ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ബേസിക് മാത്തമാറ്റിക്സ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, പ്ലസ് മൈനസ് ഡിവിഷൻസ് എന്നൊക്കെ വരുന്നത്, അതൊക്കെ ഈ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ അരിതമെറ്റിക് ഓപ്പറേറ്ററിനെ തന്നെ നമുക്ക് 2 രീതി ക്ലാസിഫൈ ചെയ്യാം. ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്റർ ആൻഡ് യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ചാർട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിൽ വരുന്ന എന്തൊക്കെയാ? പ്ലസ് യൂസിങ് ഫോർ അഡീഷൻ ആണ്. അവിടെ 2 ഓപ്പറാൻസിനെ ആണ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ. അപ്പം എക്സ് എന്നുള്ള വേരിയബിളിലെ വാല്യൂവിനെ വൈ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ തമ്മിൽ സം ചെയ്യുന്നു അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 + 2. ഓക്കെ, അങ്ങനെ അത് പ്ലസ് അഡീഷൻ ആണ്. ദെൻ അടുത്ത ഓപ്പറേറ്ററാണ്, അടുത്ത ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്ററാണ് മൈനസ്. അത് എന്നുവെച്ചാൽ നമ്മൾ സബ്ട്രാക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് മറ്റൊന്നിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ സിൻടാക്സ് എക്സ് മൈനസ് വൈ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, അത് ഇൻറ്റു നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയില്ല, നമ്മൾ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്കും സ്റ്റാർ ആണ് യൂസ് ചെയ്യുക. സ്റ്റാർ. അപ്പോൾ സോ അത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ്. സോ 2 ഓപ്പറാൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിൻടാക്സ് ഇസ് എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ എക്സ് സ്റ്റാർ വൈ എന്ന് പറയും. ദെൻ ഡിവിഷനാണ് നമ്മൾ ആ സ്ലാഷ് കൊടുക്കുന്നത്, ഡിവിഷൻ. സോ എന്താ, ഒരു ഓപ്പറൻറ്റിനെ മറ്റൊരു ഓപ്പറൻറ്റോട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ എൻ്റെ റിസൾട്ട് ആയിരിക്കും അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. ദെൻ അടുത്തതാണ് മോഡുലസ്. അത് പെർസെൻറ്റേജ് യൂസ് ചെയ്യുക. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ മിക്കവർക്കും വരും, എന്താണ് ഈ ഡിവിഷനും മീൻസ് ആ ഒരു സ്ലാഷും പെർസെൻറ്റേജും ഡിഫറൻസ്. സോ നമ്മൾ ഈ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്ന പറഞ്ഞ പേര് മോഡുലസ് എന്നാണ്. ഇവിടെ അതെടുക്കുന്നത് അതിൻ്റെ റിമൈൻഡർ ആണ്. ഇപ്പോൾ മലയാളം മീഡിയം പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ശിഷ്ടം എന്നൊക്കെ പറയത്തില്ലായിരുന്നു, അത് ആ സംഭവം. സോ റിമൈൻഡർ ആണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ. സോ X% Y എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ 10% 5 എന്ന് കൊടുത്താൽ ആ 10നെ 5 ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എന്താണോ അതായിരിക്കും കിട്ടും. സോ 10% ഓർ 10 മോഡുലസ് 5 എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ എന്താ 0 ആയിരിക്കും, കാരണം കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ റിമൈൻഡർ ഇസ് 0. സോ അതാണ് ഈ ഡിവിഷനും മോഡുലസ് ഓപ്പറേഷൻ നമ്മൾ ഡിഫറൻസ് ഓർക്കണേ. പിന്നെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഞാനിവിടെ. എന്താണ് ഈ ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്ററും യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്ററും നമ്മൾ ഡിഫറൻസ്? ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്ററിൽ നമ്മൾ 2 ഓപ്പറാൻസ് തമ്മിലുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ടേബിളിൽ കണ്ടേക്കുന്ന എല്ലാ ഓപ്പറേറ്ററിലും നമ്മൾ 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഓപ്പറാൻസ് യൂസ് ചെയ്യുക, അതായത് എക്സും വൈയും വെച്ചിട്ടല്ലേ. അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്റർ. ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും 2 ഓപ്പറാൻസ് ആവശ്യമില്ല, ഒറ്റ ഒരു ഓപ്പറാൻഡ് മാത്രം മതി. അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, അങ്ങനെ ഒറ്റ ഒരു ഓപ്പറാൻഡ്. ഫോർ എക്സാമ്പിൾ 2++, അതൊരു യൂണറി അരിതമെറ്റിക് ഓപ്പറേഷൻ ആണ്. സോ അവിടെ ഈ പ്ലസ് എന്ന് പറഞ്ഞേക്കുന്നതാണ് യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്റർ. അതിനോട് കണ്ടോ, ഒറ്റ ഒരു ഓപ്പറാൻഡായി 2 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ 2++ന്റെ മീനിങ് എന്താണ്? അത് 2+1 എന്നുള്ളതിന്റെ സെയിം തന്നെയാണ് 2++ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്, ഇപ്പോൾ മൈനസ് കൊടുത്ത് 2 മൈനസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും. സോ എൻ്റെ ആൻസർ 1 ആയിരിക്കും കിട്ടുക. സോ അതാണ് ഈ ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്ററും യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനറി ഓൾറെഡി കണ്ടു. സെക്കൻഡ് ആണ് യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്റർ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അവിടെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് വരിക. ഒന്ന് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, അതായത് മൈനസ്. രണ്ടാമത്തെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് പ്ലസ്. സോ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആയ ഈ മൈനസ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഡിക്രീസസ് ദ ഇന്റീജർ വാല്യൂ ഓഫ് ദ വേരിയബിൾ ബൈ 1. ഇപ്പം എക്സ് മൈനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് കുറയ്ക്കുക ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് എക്സ് എന്നും കൊടുക്കാം. ഇനി അത് നമ്മൾ ഡിഫറൻസ് പറയാം. മൈനസ് എക്സും എക്സ് മൈനസ് നമ്മൾ ഡിഫറൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിനോട് ജസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനോട് പറയാം. പ്ലസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂനോട് 1 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് X++ ഓർ A++ X. അവിടെ ഈ പറഞ്ഞ ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ബൈനറി അരിതമെറ്റിക് ഓപ്പറേറ്റർ കണ്ടില്ലേ, അതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഒരു ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഇനി വീണ്ടും നമ്മുടെ ഈ ഹാഷിംഗ് കൂടെ എന്താ മെയിൻ എന്താണെന്ന് പറയാൻ പോകുന്നില്ല, നമ്മൾ കഴിഞ്ഞ തവണ അത് കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് പറയാം. ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തേക്കുന്നത് മെയിൻ മെത്തേഡാണ്. ഇൻറ്റ് എന്ന് കൊടുക്കാൻ കാരണം ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് 0 എന്നൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ എപ്പോഴും തന്നെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. സോ 0 എന്നൊരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളതിന് ഇൻറ്റ് എന്നുള്ള ടൈപ്പോടെ മെത്തേഡിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ എന്താണ് റിട്ടേൺ ടൈപ്പ്, എന്താണ് മെത്തേഡ്, എന്താണ് ഇൻറ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ക്ലാസ്സിൽ കണ്ടു. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടെ ആ ചാപ്റ്റർ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാം പറയുമ്പോൾ വീണ്ടും ഇത് എന്താണെന്ന് പറയുമ്പം ടൈം കൺസ്യൂമിങ് ആവും. അതുപോലെ വീണ്ടും കേൾക്കുന്നവർക്ക് ബോറിംഗ് ആയിട്ട് തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് വീണ്ടും പറയാത്തത്.
അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. സോ ഈ ഒരു ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ പെർഫോം ചെയ്യുകയാണ്. സോ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എ ബി എന്നീ 2 വേരിയബിൾസ് ഇനിഷ്യലൈസും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ എയുടെ വാല്യൂ എന്താ 10, അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. ബിയുടെ വാല്യൂ 4, അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. ഒപ്പം തന്നെ RES അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റോർ എന്ന് കൊടുത്തേക്കുന്ന വേരിയബിൾ അതും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇനിഷ്യലൈസ് ചെയ്തതിന് കാരണം എന്താ? നമ്മളുടെ റിസൾട്ട് താഴെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. സോ നോഡ് ഓഫ് ഇനിഷ്യലൈസേഷൻ. അടുത്തത് നമ്മൾ എയും ബിയും പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവുകയാണ്, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഔട്ട്പുട്ട് സെക്ഷൻ കൊണ്ട് റൈറ്റ് സൈഡിൽ ഇവിടെ നോക്കാം, ഞാൻ റൺ ചെയ്ത് കാണിക്കാവേ. മറ്റേ പഴയ ഔട്ട്പുട്ട് ആയിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഫൈൻ. സോ ഇത് കണ്ടോ, ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നേ A is 10 and B is 4. അതിവിടെ വരാൻ കാരണം ഈ 7th ലൈൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. സോ എന്താണ് 7th ലൈനെ കൊടുത്തേക്കുന്നത്? A is %D. %D എന്തിനാ യൂസ് ചെയ്യുക? ഒരു ഇൻറ്റീജർ വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ഡബിൾ കോട്ട്സിൽ ഇങ്ങനെ %D എന്ന് കൊടുത്തിട്ടുണ്ട്. സോ %D കൊടുക്കുന്നത് ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ എയുടെ വാല്യൂ ഇൻറ്റീജർ ആണല്ലോ, കാരണം നമ്മളിവിടെ 4th ലൈനെ കൊടുത്തേക്കുന്നതാണ് ഇൻറ്റ് എന്നാണ് കൊടുത്തത്. സോ അതൊരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് അതിനെ പ്രിന്റ് ചെയ്ത് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ %D കൊടുക്കാൻ കാരണം. ഓക്കെ, ഫ്ലോട്ട് ആയിരുന്നെങ്കിൽ എന്ത് കൊടുത്തതിന്? F കൊടുത്തതിന്. ഓക്കെ, അത് മനസ്സിലിരിക്കണേ. പിന്നെന്താ? ആൻഡ് ബി എന്താ? ദാറ്റ് ഈസ് ഓൾസോ ഒരു ഇൻറ്റീജർ വേരിയബിൾ. സോ അതുകൊണ്ട് നമ്മൾ അതിനും %D കൊടുത്തിട്ടുണ്ട്. ദെൻ സ്ലാഷൻ കൊടുക്കാൻ കാരണം അടുത്ത പ്രിന്റിങ് വരുന്നത് നെക്സ്റ്റ് ലൈനിലോട്ട് പോകാനായിട്ട് നമ്മൾ സ്ലാഷൻ കൊടുക്കുന്നതിന് കാരണം. ഓക്കെ, സോ അടുത്ത ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത 10th ലൈനെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ്. അതപ്പം നെക്സ്റ്റ് ലൈനിലോട്ട് പോകാനായിട്ട് കൊണ്ട് ഇപ്പം ഞാൻ അടുത്ത ലൈൻ വന്നേക്കുന്നത്, അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വരുന്നത് ഇതെല്ലാം ഒറ്റ ലൈനിൽ നീണ്ട് പ്രിന്റ് ചെയ്തു. സോ അത് നമുക്ക് അത്ര റീഡബിൾ ആയിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം. സ്ലാഷ് എന്നിന്റെ യൂസ്. ദെൻ എങ്ങനെ കൊടുത്തേ? ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ A, B. അപ്പൊ എന്ത് വരും? ഈ ആദ്യത്തെ %Dയിൽ ഈ എയുടെ, എൻ്റെ മൗസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇപ്പം A കണ്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഈ എയുടെ വാല്യൂ ആയിരിക്കും ഈ ആദ്യത്തെ %D വരിക. ഓക്കെ, അതുപോലെ ഈ ബിയുടെ വാല്യൂ ആയിരിക്കും രണ്ടാമത്തെ %D വരിക. ഇപ്പൊ ഞാൻ A, B, C എന്നൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഗസ് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ ഞാൻ %D 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സിയുടെ വാല്യൂടെ പ്രിന്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ A is 10 and B is 4 പ്രിന്റ് ചെയ്ത് വരാൻ കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ്. സോ ഈ RES എന്നുള്ള വേരിയബിളിലോട്ട് A എന്ന വേരിയബിളിന്റെ വാല്യൂവിനെയും B എന്ന വേരിയബിളിന്റെ വാല്യൂവിനെയും കൊണ്ട് സം ചെയ്തിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനെയാണ് ഈ RES എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുക. മനസ്സിലായോ? സോ എന്താ സംഭവിക്കുക? ഇവിടെ RES ഈക്വൽസ് A plus B. സോ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്. സോ എന്ത് പറ്റും? 10 plus 4 ദാറ്റ് മീൻസ് 14. സോ 14 എന്നുള്ള ആ ഒരു വാല്യൂനെ അവിടെ സ്റ്റോർ ചെയ്യും, ഈ RES എന്നുള്ള ഈ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ലൈൻ അവിടെ പ്രിന്റ് ചെയ്യുവാണ്, പ്രിന്റ് ഓഫ് A plus B is %D സ്ലാഷൻ. അവിടെ എന്ത് സംഭവിക്കുക? അപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. A plus B is %D സ്ലാഷൻ എന്ന് കൊടുത്തു. അപ്പൊ അവിടെ പ്രിന്റ് ചെയ്യും A plus B is എന്താ വരിക? 14 എന്നാണ് പ്രിന്റ് ചെയ്യുക. സോ ഈ % ഇവിടെ എന്താ വരിക? RES എന്നുള്ള ഈ ഒരു കൊടുത്തേക്കുന്ന വേരിയബിളിന്റെ വാല്യൂ. സോ RESൽ ഇപ്പൊ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 14 എന്നുള്ള വാല്യൂ ആണ്. സോ 14 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അതാണ് ഇവിടെ സെക്കൻഡ് ലൈൻ ഇവിടെ ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നത്, A plus B is 14 എന്ന്. നെക്സ്റ്റ് ലൈൻ പോകാം കോഡില്. സോ RES ഈക്വൽസ് A minus B കൊടുത്തു. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഈ 9th ലൈൻ നമ്മൾ ഓൾറെഡി RES ഈക്വൽസ് A plus B കൊടുത്തു. അപ്പോൾ ഇനി പോസിബിൾ ആണോ അടുത്ത പിന്നെ RESന്റെ വാല്യൂ മാറ്റി A minus B എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റും, ഓഫ് കോഴ്സ്. വൈ? എന്താണ് കാരണം? ഇറ്റ്സ് എ വേരിയബിൾ. നമ്മൾ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വേരിയബിളിന്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വേരിയബിൾ, അതായത് വേരി ചെയ്യുന്ന വാല്യൂ ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ വേരിയബിൾ തന്നെ പേര് കൊടുക്കാൻ കാരണം. സോ RES ഇസ് എ വേരിയബിൾ, സോ വി ക്യാൻ ചേഞ്ച് എനി ടൈം ഇറ്റ്സ് വാല്യൂ. സോ അതുകൊണ്ടാണ് ഈ 9th ലൈൻ നമ്മൾ RES ഈക്വൽസ് A plus B കൊടുത്തിട്ട് 12th ലൈനെ വന്നിട്ട് RES ഈക്വൽ A minus B എന്ന് കൊടുത്തു. അപ്പോൾ എന്നാ സംഭവിക്കുക? ഇപ്പം മെമ്മറിയിൽ RESന്റെ വാല്യൂ 14 ആണ് സ്റ്റോർ ചെയ്തിരുന്നത്. ഈ 9th ലൈൻ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 12th ലൈനെ പോയിട്ട് RES ഈക്വൽസ് A minus B എന്ന് കൊടുക്കുമ്പോൾ എന്നാ പറ്റും? A minus B പെർഫോം ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്താ ഉള്ളത്? എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 4ഉം ആണ്. സോ 10 minus 4 പെർഫോം ചെയ്യും. അതായത് 10 minus 4 എന്ന് പറഞ്ഞാൽ 6. സോ 6നെ RESലോട്ട് സ്റ്റോർ ചെയ്യും. സോ പഴയ 14 എന്നുള്ള വാല്യൂനെ അത് റിമൂവ് ചെയ്ത് കളയുന്നു. ദെൻ പകരം ഇപ്പോൾ 6 എന്നുള്ള വാല്യൂ ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുക. അടുത്ത 13th ലൈനിലോട്ട് വരാം. അവിടെ പ്രിന്റ് ചെയ്യുവാണ്, പ്രിന്റ് ഓഫ് A minus B is %D സ്ലാഷൻ RES എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വരും? A minus B is 6 എന്ന് പ്രിന്റ് ചെയ്യും. സോ ഔട്ട്പുട്ട് നോക്കിയാൽ എന്താ പ്രിന്റ് ചെയ്ത് കിട്ടിയേ? A minus B is 6 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി.
ദെൻ 50th ലൈനിലോട്ട് വരുവാണ്. അവിടെ വീണ്ടും നമ്മൾ സെയിം ഓപ്പറേഷൻസ് വെച്ചാൽ ലോജിക്ക് സെയിം തന്നെ. ആർ ഈസ് ഈക്വൽസ് എ ഇൻറ്റു ബി കൊടുത്തു, അതായത് മൾട്ടിപ്ലിക്കേഷൻ. സോ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്. സോ 10 × 4 എന്ത് വരും? 24 40. ഓക്കെ, സോ ആർ ഈസ് ഈക്വൽസ് 40 എന്ന് വരും. നെക്സ്റ്റ് ലൈനെ പ്രിന്റ് ചെയ്യാണ്, എ ഇൻറ്റു ബി ഈസ് 40 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഔട്ട്പുട്ട് സ്ക്രീനിൽ നോക്കുക, അതാണ് പ്രിന്റ് ചെയ്തത്. വീണ്ടും നമുക്ക് അടുത്ത ലൈനെ വരാം. ആർ ഈസ് ഈക്വൽസ് എ ഡിവിഷൻ അല്ലെങ്കിൽ സ്ലാഷ് ബി എന്ന് കൊടുത്തു, അതായത് ഡിവൈഡ് ചെയ്യും. സോ എന്ത് വരും? 10 ഡിവിഷൻ 4 എന്ന് വരും. സോ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ആണ്. സോ ശ്രദ്ധിക്കുക, റിമൈൻഡർ അല്ല വരുന്നത്, അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ അതാണ് വരുന്നത് A2 എന്ന് വന്നേക്കുന്നത്. ഓക്കെ, 10 ഡിവിഷൻ 4 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും. അടുത്തത് മോഡുലസ് ഓപ്പറേഷൻ ആണ്. മോഡുലസ് പറയുമ്പോൾ എന്താ വരുന്നത്? റിമൈൻഡർ ആയിരിക്കും വരിക. സോ എ മോഡുലസ് ബി എന്ന് കൊടുത്തു. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വന്നേക്കുന്നത്? കണ്ടോ, എ ഇൻറ്റു ബി, സോറി എ ഡിവിഷൻ ബി അല്ലെങ്കിൽ എ മോഡുലസ് ബി ഈസ് 2. അതിൻ്റെ റിമൈൻഡർ 2 ആണ്. 10നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. അത് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ലാസ്റ്റ് റിട്ടേൺ 0 ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ബൈനറി അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പ്ലസും മൈനസും ഇൻറ്റു തമ്മിലുള്ള ആ ഒരു ഓപ്പറേഷൻസ് മാത്രമാണ് ഈ ബൈനറി ഓപ്പറേറ്ററിനകത്ത് വരുന്നത്. പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഉണ്ട്, അതുപോലെ പ്രീ ഇൻക്രിമെൻറ്റ് ആൻഡ് പ്രീ ഡിക്രിമെൻറ്റും ഉണ്ട്. ഓക്കെ, സോ തമ്മിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു ഓപ്പറാൻഡിൻ്റെ ഫ്രണ്ടിൽ, അതായത് പ്രീ ഇൻക്രിമെൻറ്റ് ++ എന്ന് കൊടുക്കുന്നതും A++ എന്ന് കൊടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിന് ഔട്ട്പുട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. സെയിം വേരിയബിൾസിന് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പഴയ പ്രോഗ്രാമിലെ പോലെ തന്നെ. സോ ഇൻറ്റ് A = 10, B = 4 ആൻഡ് RES എന്നൊരു വേരിയബിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈം നമ്മൾ ജസ്റ്റ് ഹെഡിങ് പോലെ പ്രിൻറ്റ് ചെയ്യാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് എന്ന്. സോ റൈറ്റ് സൈഡിലൂടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. അടുത്ത് നമ്മൾ 11th ലൈനെ നോക്കി. സോ ഇത് ശ്രദ്ധിക്കുക, നമ്മൾ // കൊടുക്കുകയെല്ലാം കമൻസ് ആണ്. ആ ഒന്നും ഈ ഔട്ട്പുട്ടിൽ എക്സിക്യൂട്ട് ആയി വരത്തില്ല. ജസ്റ്റ് ഫോർ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഈ കമൻസ് കൊടുക്കുക, അതായത് // കൊടുത്ത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈന് 11th ലൈനെ നോക്കുക. RES = A++ എന്നാണ് കൊടുത്തത്. അതൊരു പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. ഓക്കെ, പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയാൻ കാരണം എന്താ? ആഫ്റ്റർ ദി ഓപ്പറാൻഡ് ആണ് ഓപ്പറേറ്റർ കൊടുത്തത്. സോ A ഈസ് ദ ഓപ്പറാൻഡ്. സോ അതിന് ശേഷമാണ് ++ എന്നുള്ള ഓപ്പറേറ്റർ കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയാൻ കാരണം. സോ ഇവിടുത്തെ നെക്സ്റ്റ് ലൈൻ നോക്കുക. പ്രിന്റ് F കൊടുത്തേക്കാണ്. A ഈസ് %D ആൻഡ് റിസൾട്ട് ഈസ് %D/n എന്ന് കൊടുത്തിട്ടുണ്ട്. A, RES. അപ്പോൾ എന്താ സംഭവിക്കുക? A ഈസ് എന്ന് പറഞ്ഞിട്ട് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, ആൻഡ് റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് RES എന്നുള്ള ഈ വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പേപ്പറിൽ എഴുതി വെക്കുക, നിങ്ങൾ എന്താണ് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുക എന്ന് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ കിട്ടുക എന്ന് നോക്കുക. ഞാൻ പറയുകയാണ്, മിക്കവർക്കും ഇതിന് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? നിങ്ങൾ മിക്കവാറും എക്സ്പെക്ട് ചെയ്യുന്നത് എയുടെ വാല്യൂ എന്ത് വരും? ഇൻക്രിമെൻ്റ് ആവും. സോ എയുടെ വാല്യൂ എന്ത് വരും? എയുടെ വാല്യൂ 10 ആവും. 10 എന്നും റിസൾട്ടിൻ്റെ വാല്യൂ 11 എന്നാണ് വരുന്നത്. പക്ഷെ അല്ല, ഓപ്പോസിറ്റ് ആണ് വരിക. ഇവിടെ റൈറ്റ് സ്ക്രീനെ നോക്കുക. A is 11 ആൻഡ് റിസൾട്ട് is 10 എന്നാണ് വരിക. കാരണം എന്താ? ഓപ്പറേഷൻ വീണ്ടും ഞാൻ പറയുകയാണ്, RES = A++ എന്നാണ്. സോ A++ൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ A+1 ആണ്. അതായത് അതിൻ്റെ വാല്യൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി അത് പെട്ടെന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ആദ്യം അത് ജസ്റ്റ് അതിൻ്റെ വാല്യൂ ജസ്റ്റ് എടുക്കത്തേ ഉള്ളൂ. പോസ്റ്റ് ഇൻക്രിമെൻ്റ് കേസാണ്. ഓക്കെ, സോ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ and the value, it preserves the value temporarily until the execution of the statement and it gets updated before the execution of the next statement ആണ്. അപ്പോൾ പറയാം, ഇവിടെ സംഭവിക്കുന്നത് എയുടെ വാല്യൂ 11 എന്നായിരിക്കും കിട്ടുക. കാരണം A++ എന്നാണ് കൊടുത്തത്. സോ എയുടെ വാല്യൂ 10 ആണ്. സോ 10++ എന്ന് വരും. ദാറ്റ് മീൻസ് 11 എന്നായിരിക്കും വരിക. സോ എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനെ പ്രിന്റ് ചെയ്ത് കിട്ടും. A is 11 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ റിസൾട്ട് ഈസ് % എന്ന് കൊടുത്തേക്കുന്നത്. RESൻ്റെ വാല്യൂ എന്ത് വരും? RESൻ്റെ വാല്യൂ നമ്മൾ ഇതുവരെ പഠിച്ചതല്ല, നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചിട്ട് എന്താ വരിക? 11 ആയിട്ട് കസിൻ ചെയ്ത് വരിക. പക്ഷെ അല്ല, കാരണം RESൻ്റെ വാല്യൂ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. എയുടെ പുതിയ വാല്യൂ 11 എന്നുള്ളത് RESലോട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. പകരം എന്ത് വരും? RESലോട്ട് എയുടെ പഴയ വാല്യൂ വരും. എയുടെ പഴയ വാല്യൂ 10 അതായിരിക്കും വരിക. സോ അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. A is 11 ആൻഡ് റിസൾട്ട് ഈസ് 10 എന്ന് വന്നേക്കുന്നത്. അതുപോലെയാണ് അടുത്തത് പോസ്റ്റ് ഡിക്രിമെൻ്റ് വരിക, അതായത് A-, എന്നുള്ളത് സെയിം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം എയുടെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് പറ്റും? ഈ എയുടെ RESലോട്ട് 11 പിന്നീട് വരും. എയുടെ വാല്യൂ ഓൾറെഡി ചേഞ്ച് ആയിട്ട് 11 ആയി മാറിയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തത്. സോ എയുടെ വാല്യൂ ഇപ്പം പഴയ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ഇനിഷ്യലൈസ് ചെയ്താൽ 10 എന്നുള്ള വാല്യൂ അല്ല, ഇപ്പം എന്താ 11. അത് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അടുത്ത് നമ്മൾ പോസ്റ്റ് ഡിക്രിമെൻ്റ് ചെയ്യാണ്. RES = A-. സോ എന്താ സംഭവിക്കുക? അവിടെ
10 മൈനസ് മൈനസ് അല്ല, പിന്നെ എന്താ വരിക? 11 മൈനസ് മൈനസ് ആണ് വരിക, അത് മറക്കരുത്. അടുത്ത നമ്മൾ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് എ ഇസ് പെർസെൻറ്റേജ് ഡി ആൻഡ് റിസൾട്ട് ഇസ് പെർസെൻറ്റേജ് ഡി എ ആർ ഇ എസ്. സോ എയുടെ വാല്യൂ ഇപ്പം എന്താ വരിക? എയുടെ വാല്യൂ ഇപ്പം എന്താ വരിക? 10 ആയിരിക്കും വരിക. കാരണം എന്താ? 11 മൈനസ് മൈനസ് വന്നതുകൊണ്ടാണ് 10 വരാൻ കാരണം. 10 വരുന്നു, ആർ ഇ എസിന്റെ വാല്യൂ എന്താ വരുന്നത്? 11 ആയിരിക്കും വരിക. സോ കാരണം ആർ എസിന്റെ വാല്യൂ ഈ 11th ലൈനിൽ 11 ആയിട്ട്, ആഫ്റ്റർ ദാറ്റ് പർട്ടിക്കുലർ ലൈൻ എന്തായിട്ട് മാറിയത്? 11 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 11 എന്നുള്ള വാല്യൂ ആയിരിക്കും ഈ ആർ എസ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്താലും വരിക. ഈ ആർ എസിലോട്ട് എ മൈനസ് മൈനസ് ഉള്ള വാല്യൂ ഇപ്പോൾ അസൈൻ ചെയ്ത് കിട്ടത്തില്ല, അത് അപ്ഡേറ്റ് ആവുന്നില്ല. പകരം ആർ എസിന്റെ പഴയ വാല്യൂ ആയ 11 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈസ് 10 ആൻഡ് റിസൾട്ട് ഇസ് 11 എന്നാണ് കിട്ടിയേക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, പ്രീ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. നമ്മൾ പ്രീ ആ ചെയ്യാൻ വന്നത്. പ്രീ മീൻസ് പ്ലസ് പ്ലസ് എയും മൈനസ് മൈനസ് എയും ആയിരിക്കും വരിക. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ നോക്കാവേ. സോ ആർ എസ് ഈക്വൽസ് പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ എസ് ഈസ് അസൈൻഡ് 11 നൗ സിൻസ് എ ഈസ് അപ്ഡേറ്റഡ് ഹിയർ ഇറ്റ് സെൽഫ്. സോ എയുടെ വാല്യൂ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ എന്ത് വരും? ആർ എസിന്റെ വാല്യൂ ഇവിടെ ഇപ്പം എന്തായിരുന്നു? നമുക്കിവിടെ ആർ എസിന്റെ വാല്യൂ കിട്ടിയിരുന്നത് ആർ എസിന് നമുക്ക് 11 ആണ് കിട്ടിയേക്കുന്നത്. സോ ആർ എസ് ഈക്വൽസ് പ്ലസ് പ്ലസ് എ ആയി മാറുകയാണ്. സോ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 10 പ്ലസ് പ്ലസ് ആ വരിക. സോ 10 പ്ലസ് 1 അതായത് 11 ആയിരിക്കും വരിക. സോ നെക്സ്റ്റ് ലൈനെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കും എ ഈസ് പെർസെൻറ്റേജ് ഡി ആൻഡ് റിസൾട്ട് ഇസ് പെർസെൻറ്റേജ് ഡി എ ആർ ഈസ് കൊടുക്കുമ്പോഴത്തേക്കും എന്താ വരിക? ഔട്ട്പുട്ട് സ്ക്രീനിൽ നോക്കുക, എ ഈസ് 11ഉം റിസൾട്ടിന്റെ വാല്യൂ 11ഉം ആയിരിക്കും വരിക. കാരണം അത് ഇൻക്രിമെന്റ് ആയിട്ടാണ് പ്രീ ഇൻക്രിമെന്റിന്റെ പ്രത്യേകത. എന്തിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആകും, പിന്നീട് അല്ലാതെ ഇൻക്രിമെന്റ് ആകുക. പോസ്റ്റ് ഇൻക്രിമെന്റ് കേസ് അല്ലെങ്കിൽ എന്താ വരിക? ആദ്യം എൻ്റെ വാല്യൂ എടുക്കുന്നു, പിന്നീട് മാത്രമേ അത് ഇൻക്രിമെന്റ് ആയി മാറുന്നുള്ളൂ അല്ലേ? സോ പക്ഷെ ഈ പ്രീ ഇൻക്രിമെന്റ് കേസിൽ ആദ്യം തന്നെ അത് ഇൻക്രിമെന്റ് ആവുന്നുണ്ട്, ആണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഇറ്റ്സ് വാല്യൂസ് ഇൻക്രിമെന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇൻക്രിമെന്റ് ആവുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ഡിഫറൻസിയേഷൻ വരുന്നത്, മറന്നു പോകരുത്. അടുത്തത് നമ്മൾ പോസ്റ്റ് ഡിക്രിമെന്റ് ചെയ്യുക. ആർ എസ് ഈക്വൽസ് മൈനസ് മൈനസ് എ ആണ്. സോ അടുത്ത തന്നെ പ്രിന്റ് ഓഫ് എ ഇസ് പെർസെൻറ്റേജ് ഡി ആൻഡ് റിസൾട്ട് ഇസ് പെർസെൻറ്റേജ് ഡി ആണ് വരിക. എ ആർ എസ് എന്ന് കൊടുത്തു. സോ എയുടെ വാല്യൂ 10 ആയി മാറുന്നു. റിസൾട്ടിന്റെ വാല്യൂ അതായത് ആർ എസിന്റെ വാല്യൂ 10 ആണ് വരിക. കാരണം അത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. സോ ആദ്യം തന്നെ അത് വാല്യൂ 11 മൈനസ് 1 ആയി 10 ആയി മാറുന്നു. അത് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ആ ഒരു പോസ്റ്റും പ്രീയും നമ്മൾ ഡിഫറൻസ് വരിക. സോ അത് മാറിപ്പോകരുത്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ആ പേര് പോലെ തന്നെ രണ്ട് ഓപ്പറാൻഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സി പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ചാർട്ടിൽ ഈ ടേബിൾ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. വേറൊരു കാര്യം പറയട്ടെ, റിലേഷണൽ ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ബൂളിയൻ വാല്യൂ ആയിരിക്കും. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ബൂളിയൻ ഓപ്പറേറ്റർ നോക്കാം. ബൂളിയൻ റിസൾട്ട് ആയിരിക്കും എൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ആദ്യത്തെയാണ് ഈക്വൽസ്. ശ്രദ്ധിക്കുക, ഒറ്റ ഈക്വൽ കൊടുക്കുന്നത് ഡബിൾ ഈക്വൽസ് ഇവിടെ യൂസ് ചെയ്യുക. അത് തന്നെ യൂസ് ചെയ്ത് ഈക്വൽ ടു ആണോ എന്ന്, അതായത് ഫോർ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് 6 = 5 എന്ന് കൊടുക്കുക. അതിൻ്റെ മീനിങ് എന്താ? 6ഉം 5ഉം ഈക്വൽ ആണോ ചെക്ക് ചെയ്യാണ്. സോ 6ഉം 5ഉം ഈക്വൽ ആണോ? അല്ല. സോ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പം 6 = 6 കൊടുക്കുന്നെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 6 > 5. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ട്രൂ ആയിരിക്കും. കാരണം 6 > 5 തന്നെയാണ്, അതുകൊണ്ട് ട്രൂ കിട്ടും. അടുത്ത ലെസ് ദാൻ ആണ്. 6 > 5 കൊടുക്കുകയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും കിട്ടുക. കാരണം 6 > 5 അല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇപ്പം നോട്ട് ഈക്വൽസ് ആണ്. ഈ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഈക്വൽസ് കൂടെ കൊടുത്ത് നോട്ട് ഈക്വൽസ് ആണ്. 6 ≠ 5. ദാറ്റ് മീൻസ് 6ഉം 5ഉം ഈക്വൽ അല്ലല്ലോ എന്നാണ് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാന്ന് വരുന്നു. 6ഉം 5ഉം നോട്ട് ഈക്വൽസ്, അത് ഈക്വൽ അല്ലല്ലോ എന്നാണ് ചെക്ക് ചെയ്യുക. സോ 6ഉം 5 ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ? ട്രൂ ആയിരിക്കും കിട്ടുക. അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ആണ് കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു രണ്ട് ഓപ്പറേഷൻസ് തമ്മിൽ ചെക്ക് ചെയ്തിട്ട് അത് മറ്റേതിനെക്കാട്ടിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വലും ആകാം. ഓറാണ് യൂസ് ചെയ്യുന്നത്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഫോർ എക്സാമ്പിൾ 6 > ഓർ = 5 ആണ് കൊടുത്തേക്കുന്നത്. ഈ കേസിൽ എന്താ വരിക? ട്രൂ ആയിരിക്കും വരിക. കാരണം എന്താ? 6 5 ഗ്രേറ്റർ ആണ് ഓർ ഈക്വൽസ് കൊടുത്തത്. സോ ഈക്വൽ അല്ല, പക്ഷെ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് ട്രൂ ആണ്.
അടുത്തത് ഇപ്പം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 6 എന്ന് കൊടുക്കാം. ആ കേസിൽ ട്രൂ ആ വരിക. കാരണം എന്താ, 6 ഗ്രേറ്റർ ദാൻ 6 അല്ല, പക്ഷെ 6 ഈക്വൽസ് 6 ആണ്, അതുകൊണ്ട് ട്രൂ ആയിരിക്കും വരിക. ലാസ്റ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ആണ്. സെയിം അതുപോലെ തന്നെ 6 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 എന്നുള്ളത് ഫോൾസ് ആയിരിക്കും. കാരണം 5-നെക്കാട്ടിൽ ലെസ്സും അല്ല ഈക്വലും അല്ല, സോ ഇറ്റ് ഈസ് ഫോൾസ്. നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കാണാം. പ്രോഗ്രാം കണ്ടോ, ഇവിടെ നമ്മൾ എ എന്നൊരു ഇൻറ്റിജർ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. 5 എന്നാണ് അതിൻ്റെ വാല്യൂ. ബി എന്നൊരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അതിൻ്റെ വാല്യൂ 5 ആണ്. സിയുടെ വാല്യൂ നമ്മൾ 10 എന്നും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 6th ലൈനെ നോക്കുക, നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. %d ഈക്വൽസ് പെർസെൻറ്റേജ് ഈസ് പെർസെൻറ്റേജ് ഡി. ഇപ്പം ഇങ്ങനെ കൊടുത്തെങ്കിൽ എന്ത് വേണമെങ്കിൽ പെർസെൻറ്റേജിയുടെ കളിയും തോന്നും അല്ലേ. സോ വേറൊന്നുമല്ല, നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട് സ്ക്രീനെ നോക്കുക കേട്ടോ, വലുതാക്കാം. ഓക്കെ, ഔട്ട്പുട്ട് സ്ക്രീനെ നോക്കുക. ഫസ്റ്റ് വൺ ഇതാണ് ആദ്യത്തെ പ്രിന്റ്എഫിന്റെ വരുന്നത്. 5 ഈക്വൽസ് 5 ഈസ് 1 എന്ന് അത് കിട്ടാനായിട്ട് നമ്മൾ ഈ കൊടുക്കുന്നത്. നോക്കുക, 5 ഈക്വൽസ് 5 അത് വരാനായിട്ടാണ്. സോ ആദ്യത്തെ പെർസെൻറ്റേജ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്, എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ യുടെ വാല്യൂ എന്താ, 5 ആണ്, അതുകൊണ്ടാണ് 5 കിട്ടിയേ. 5 ഈക്വൽസ് ആണ് ഇത് ഈക്വൽ പ്രിന്റ് ചെയ്ത് കിട്ടിയേ. ദെൻ പിന്നെ കൊടുത്ത പെർസെൻറ്റേജ് ആണ് കൊടുത്തത്, അതിന്റെ വാല്യൂ എന്താ വരിക, ബിയുടെ വാല്യൂ ആയിരിക്കും. ബിയുടെ വാല്യൂ 5 ആണ്, 5 ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. സോ 5 ഈക്വൽസ് 5 ഈസ് എന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് സ്ക്രീനെ നോക്കുക, ഈസ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈസ് വന്നിട്ടുണ്ട്. എന്താ വരിക, പെർസെൻറ്റേജ് ഡി. പെർസെൻറ്റേജ് അത് എന്താ വരിക, എ ഈക്വൽസ് ബി എന്നുള്ള ഈ ഒരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ട റിസൾട്ട് വരിക. സോ റിസൾട്ട് എന്താ വരിക, ബൂളിയൻ ആണ്. സോ 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് കേട്ടോ. സോ എ ഈക്വൽസ് ബി എന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എയുടെ വാല്യൂ 5 ബിയുടെ വാല്യൂ 5 ആണ്. സോ 5 ഈക്വൽസ് 5 എന്നാണ് വരിക. ദാറ്റ് ഈസ് ട്രൂ. അതായത് 1 ആയിരിക്കും റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. കണ്ടോ, 1 എന്ന് കിട്ടിയേക്കുന്നത്. അടുത്ത ലൈനെ നോക്കുക, പെർസെൻറ്റേജ് ഈക്വൽസ് പെർസെൻറ്റേജ് ഡി ഈസ് പെർസെൻറ്റേജ് ഡി. അവിടെ എന്താ കൊടുക്കുക, എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി പോവുക. ഓക്കെ, സോ എയുടെ വാല്യൂ 5ഉം സിയുടെ വാല്യൂ 10ഉം ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ എന്നാ കിട്ടും, എ ഈക്വൽസ് 5 എന്ന് കൊടുക്കുമ്പോൾ എ ഈക്വൽസ് സി എന്ന് കൊടുത്തതിൻ്റെ റിസൾട്ട് എന്താ വരിക, ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും വരിക. കാരണം എന്താ, എയുടെ വാല്യൂ 5ഉം സിയുടെ വാല്യൂ 10ഉം ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് 0 എന്ന് കിട്ടാൻ കാരണം. അടുത്ത ലൈൻ നോക്കുക, പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ഈസ് പെർസെൻറ്റേജ് ഡി. അതായത് എയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്. ഓപ്പറേഷൻ എന്താ, എ ഗ്രേറ്റർ ദാൻ ബി ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് കൊടുത്തേക്കുന്നത്. ആണോ, അല്ല. ശ്രദ്ധിക്കുക, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഫോൾസ് ആണ്. കാരണം 5 ഗ്രേറ്റർ ദാൻ 5 അല്ല, അത് ഈക്വൽ ആണ് വരിക, നോട്ട് ഗ്രേറ്റർ ദാൻ. സോ അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും വരിക. അതുകൊണ്ടാണ് 5 ഗ്രേറ്റർ ദാൻ ഈസ് 0 എന്ന് വരാൻ കാരണം. അടുത്ത പ്രിന്റ്എഫ് നോക്കുക, എന്താ അവിടുത്തെ ഓപ്പറേഷൻ എന്താ, ഞാൻ ഈ മൗസ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിക്കണേ. എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എയുടെ വാല്യൂ 5ഉം സിയുടെ വാല്യൂ 10ഉം ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 10 എന്നാണ് കൊടുത്തേക്കുന്നത് ഓപ്പറേഷൻ. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക, 5 ഗ്രേറ്റർ ദാൻ 10 ഈസ് 0, അല്ലെങ്കിൽ ഫോൾസ് ആണ്. 5 ഗ്രേറ്റർ ദാൻ 10 ആണോ, അല്ല, ദാറ്റ് ഈസ് ഫോൾസ്. അതാണ് റിസൾട്ട് 0 എന്ന് വരാൻ കാരണം. അടുത്ത 10th ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെർസെൻറ്റേജ് ഡി ലെസ് ദാൻ പെർസെൻറ്റേജ് ഈസ് പെർസെൻറ്റേജ് ഡി. സോ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 5. ഓപ്പറേഷൻ എന്താ, എ ലെസ് ദാൻ ബി ആണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എ ലെസ് ദാൻ ബിയുടെ വാല്യൂ കിട്ടും. 5 ലെസ് ദാൻ 5 എന്നുള്ളത്. ഓക്കെ, 5 ലെസ് ദാൻ 5 ആണോ, അല്ല, അതും ഫോൾസ് ആണ്. അതുകൊണ്ടാണ് 0 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയേക്കുന്നത്. ഈ ഒരു ലൈനയിൽ കണ്ടോ, ഈ ലൈനെ തരാൻ കാരണം. അടുത്തത് നോട്ട് ഈക്വൽസ് പെർഫോം ചെയ്യാണ്. എ നോട്ട് ഈക്വൽസ് ബി ആണ്. സോ എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ 5ഉം ആണ്. സോ 5 നോട്ട് ഈക്വൽസ് ബി ആണോ, അല്ല, ഫോൾസ് ആണ്. 5 ഈക്വൽസ് ബി അല്ലേ, നോട്ട് ഈക്വൽസ് അല്ല, ദാറ്റ് ഈസ് ഫോൾസ്. അതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് ഇവിടെ 5 നോട്ട് ഈക്വൽസ് 5 ഈസ് 0 എന്ന് കിട്ടാൻ കാരണം. അടുത്ത ലൈനെ കണ്ടോ, പെർസെൻറ്റേജ് ഡി നോട്ട് ഈക്വൽസ് പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടി പോകുന്നത് എ നോട്ട് ഈക്വൽസ് സി ആണ് ചെയ്യുന്നത്. സോ എയുടെ വാല്യൂ 5ഉം സിയുടെ വാല്യൂ 10ഉം ആണ്. സോ 5 നോട്ട് ഈക്വൽസ് 10 എന്നുള്ളത് എന്താ, ട്രൂ ആണ്. കാരണം 5 ഡിഫറെൻറ്റ് വാല്യൂസ് നോട്ട് ഈക്വൽ. സോ അതിൻ്റെ റിസൾട്ട് 1 അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, അതാണ് വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പെർഫോം ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് കൊടുത്തേക്കുന്നത്. എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 5 ആണോ, വിച്ച് ഈസ് ട്രൂ. ശ്രദ്ധിക്കുക, അവിടെ ഈക്വൽസ് വന്നിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് ട്രൂ ആണ്. അതുകൊണ്ടാണ് 1 എന്നാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയേക്കുന്നത്. അടുത്ത ലൈനെ നോക്കുക, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു സി. സോ എയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 10 ആണ് കൊടുത്തത്. സോ വിച്ച് അത് ട്രൂ ആണോ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് എയുടെ വാല്യൂ 5 ആണ്, 5 ഗ്രേറ്റർ ഓർ ഈക്വൽസ് 10 ആണോ, അല്ല, ഫോൾസ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് ഇവിടെ
0 എന്ന് കിട്ടാനുള്ള കാരണം. അടുത്തത് എ ലെസ് ദാൻ ഓർ ഈക്വൽസ് ബി ആണ് പെർഫോം ചെയ്യുക. എയുടെ വാല്യൂ 5 ലെസ് ദാൻ ഓർ ഈക്വൽസ് ബി, അതായത് 5. സോ അത് ട്രൂ ആണ് അല്ലെ? 5 ഈക്വൽസ് 5 വരുന്നുണ്ട്, ദാറ്റ് ഈസ് ട്രൂ. അതുകൊണ്ടാണ് 1 എന്ന് വരാൻ കാരണം. ലാസ്റ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽസ് സി ആണ്. എയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 10 ആണ്. സോ 5 ലെസ് ദാൻ ഓർ ഈക്വൽസ് 10 എന്നാണ് വരിക. അതുകൊണ്ട് എന്ത് വരും? അതും ട്രൂ ആണ് അല്ലേ? സോ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ മനസ്സിലാക്കാനായിട്ട്. നെക്സ്റ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് രണ്ടോ അതിൽ കൂടുതലോ കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാനാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസിങ് ടു കമ്പൈൻ 2 or more conditions or constraints ആണ് ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ യൂസ്. സോ ലോജിക്കൽ ഓപ്പറേറ്റർ ഓൾവേസ് പ്രൊഡ്യൂസ് റിസൾട്ട്സ് ഇൻ ബൂളിയൻ വാല്യൂ, അതായത് ഏത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും റിസൾട്ട് കിട്ടുക. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്നൊക്കെ നോക്കാം. 3 എണ്ണമാണ്. ഡബിൾ ആംപർസെന്റ് കൊടുക്കും. അതിന് നമ്മൾ പറഞ്ഞ പേര് ആൻഡ് ഓപ്പറേറ്റർ എന്നാണ്. അതുപോലെ രണ്ടാമത്താണ് 2 പൈപ്സ്. നമ്മൾ പൈപ്പ് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ, അതായത് ഒരു ബാക്ക്വേർഡ് സ്ലാഷിൻ്റെ കൂടെ ഉള്ള ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് 2 എണ്ണം കൊടുക്കണം. ഓക്കെ, അതാണ് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ആൻഡ് ലാസ്റ്റ് എക്സ്ക്ലമേറ്ററി സിമ്പിൾ ആണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. സോ നമുക്ക് നോക്കാം എന്നാ ഈ ഓരോന്നെ. സോ ഡബിൾ ആംപർസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ആണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ട്രൂ ആവത്തുള്ളൂ. ഇൻ കേസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും ഫോൾസ് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇഫ് സി ഈക്വൽസ് 6 ആൻഡ് ഡി ഈക്വൽസ് 5 ദെൻ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സിയുടെ വാല്യൂ 6ഉം ഡിയുടെ വാല്യൂ 5ഉം ആണ്. നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോണ എക്സ്പ്രഷൻ എന്താ? സി ഈക്വൽസ് 5 ആൻഡ്, അത് ലോജിക്കൽ ആൻഡ് ഡി ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് സിയുടെ വാല്യൂ 5 ആണോ. കമ്പാരിസൺ ഓപ്പറേറ്റർ കൊടുത്തേക്കുന്നത് ഡബിൾ ഈക്വൽസ്. സോ സിയുടെ വാല്യൂ ആക്ച്വലി ഇവിടെ 6 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിയുടെ വാല്യൂ 5 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പം തന്നെ എന്താ, ആ ഒരു കണ്ടീഷന് ഫോൾസ് ആയി, കാരണം സിയുടെ വാല്യൂ 6 ആണ്. സോ ദാറ്റ് ഈസ് ഫോൾസ്. പിന്നെ ലോജിക്കൽ ആൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചെക്ക് ചെയ്യുക? ഡി ഗ്രേറ്റർ ദാൻ 5 ആണ്. ഡിയുടെ വാല്യൂ എന്താ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 5 ആണോ ചെക്ക് ചെയ്യണം. അതും ഫോൾസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ 2 കണ്ടീഷനും ഫോൾസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് എന്താ? അതും 0 അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിസൾട്ട് കിട്ടുക. ഓക്കെ, അതായത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ മതി. ഓക്കെ, ആ എൻറ്റയർ ഔട്ട്പുട്ട് തന്നെ ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ 0 ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് either one of the condition is true. നമ്മളവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, അതിൻ്റെ റിസൾട്ടും ട്രൂ ആയിരിക്കും വരിക. അതാണ് ഓറിൻ്റെ പ്രത്യേകത. എക്സാമ്പിൾ നോക്കുക, സിയുടെ വാല്യൂ 6ഉം ഡിയുടെ വാല്യൂ 5ഉം ആണ്. ദെൻ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്, സി ഈക്വൽസ് 6 ഓർ, അത് ലോജിക്കൽ ഓർ ഡി ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്താ അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെ നടക്കുക? സിയുടെ വാല്യൂ എന്താ? ആക്ച്വലി സിയുടെ വാല്യൂ എന്താ? ഇവിടെ 6 ആണ് കൊടുത്തേക്കുന്നത്. സോ 6 ഈക്വൽസ് 6 ആണോ ചെക്ക് ചെയ്യുന്നു. എന്താ? അത് ട്രൂ ആണ് അല്ലേ. ദെൻ ലോജിക്കൽ ഓർ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ എന്താ ചെക്ക് ചെയ്യുക? ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണോ? ഡിയുടെ വാല്യൂ എന്താ? 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, ഫോൾസ് ആയി. പക്ഷെ എൻ്റെ റിസൾട്ട് എന്താ വരിക? ട്രൂ വരും. കാരണം എന്താ? ഇതിലെ ഒരു കണ്ടീഷനായ, ലെഫ്റ്റ് സൈഡിലെ കണ്ടീഷനായ സി ഈക്വൽസ് 6 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടീഷനുകൾ ട്രൂ ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഔട്ട്പുട്ടും ട്രൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, അടുത്തത് ആണ് ലാസ്റ്റ് വൺ ഈസ് ലോജിക്കൽ നോട്ടാണ്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ട്രൂ കണ്ടീഷൻ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഫോൾസ് കണ്ടീഷൻ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സി ഈക്വൽ 6 എന്ന് കൊടുത്തു. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സ്പ്രഷൻ നോട്ട്, ശ്രദ്ധിക്കേണ്ട സിൻടാക്സ് ഇങ്ങനെയാണ്, നോട്ട് എന്ന് കൊടുക്കുക. ദെൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് സി ഈക്വൽസ് 6 എന്ന് കൊടുത്തു. സിയുടെ ആക്ച്വൽ വാല്യൂ 6 ആണ്. സോ 6 ഈക്വൽസ് 6 ആണോ ചെക്ക് ചെയ്യുക. 6 ഈക്വൽസ് 6 ആണോ? അത് ട്രൂ ആണ് അല്ലേ. സിയുടെ വാല്യൂ 6 ആണ്, ട്രൂ ആണ്. പക്ഷെ എന്താ, അതിൻ്റെ ബിഫോർ ആയിട്ട് നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്. സോ നോട്ട് ട്രൂ എന്നാണ് വരിക. നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ട് എന്താ? ഫോൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫോൾസ് ഇവിടെ വന്നേക്കുന്നത്. മനസ്സിലായത്? അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കിട്ടിയേക്കുന്ന ആക്ച്വൽ റിസൾട്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ റിസൾട്ട് ട്രൂ ആണെങ്കിൽ റിസൾട്ട് എന്ത് വരും? റിസൾട്ട് ട്രൂ ആണെങ്കിൽ നമ്മൾ അതായത് ഇവാലുവേറ്റ് ചെയ്ത എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എൻ്റെ റിസൾട്ട് എന്ത് വരും? ഫോൾസ് വരും. ഇവാലുവേറ്റ് ചെയ്ത എക്സ്പ്രഷൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂവും വരും. ഓക്കെ, അതാണ് ലോജിക്കൽ നോട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. ഇതാണ് എക്സാമ്പിൾ. എക്സിൻ്റെ നമ്മൾ 2 വേരിയബിൾ യൂസ് ചെയ്യുകയാണ്. എക്സ് ഈക്വൽസ് 5ഉം വൈ ഈക്വൽസ് 3 എന്നും കൊടുത്തു. ഇൻറ്റിജർ വേരിയബിൾസ് ആണ്. സോ
8th ലൈൻ നോക്കുക, പ്രിന്റ് എഫ് കൊടുത്തേക്കുവാണ്. അവിടെ പ്രിന്റ് ചെയ്യുന്നത് എന്താ? പെർസെൻറ്റേജ് സ്ലാഷൻ തന്നെ യൂസ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലൂടെ അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരാനായിട്ടാണ്. അതായത് പെർസെൻറ്റേജ് കൊടുത്തേക്കുന്നു. അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരിക? ഈ ഒരു ഓപ്പറേഷന്റെ വാല്യൂ ആയിരിക്കും ഈ പെർസെൻറ്റേജിലൂടെ പ്രിന്റ് ചെയ്ത് കിട്ടുക അല്ലേ? സോ ഈ ഒരു ഓപ്പറേഷൻ എന്താ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ലോജിക്കൽ ആൻഡ് എക്സ് ലെസ് ദാൻ 10. അപ്പൊ നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി നോക്കിയാൽ എന്തായിരിക്കും വരിക? എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണോ? ആ ഒരു പാർട്ടിന്റെ വാല്യൂ എന്താ വരിക? എക്സിന്റെ വാല്യൂ 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 3 എന്ന് കൊടുത്തേക്കുന്നത്. സോ 5 ഗ്രേറ്റർ ദാൻ 3 ആണോ? യാ, ഓഫ് കോഴ്സ് ഇറ്റ്സ് ട്രൂ അല്ലേ? സോ ട്രൂ ആണ്. ആൻഡ് എന്താ അടുത്തത്? എക്സ് ലെസ് ദാൻ 10. എക്സിന്റെ വാല്യൂ 5 ആണ്. സോ 5 ലെസ് ദാൻ 10 എന്നും കൊടുത്തു. സോ അതിന്റെ വാല്യൂ ട്രൂ ആണോ? അതെ, അതും ട്രൂ ആണ് അല്ലേ? 5 ലെസ് ദാൻ 10 ആണ്. സോ ഈ കണ്ടീഷനിലെ ഈ രണ്ട് ഭാഗങ്ങളും അല്ലെങ്കിൽ രണ്ട് പോർഷൻ ഓഫ് ദി എക്സ്പ്രഷനും ട്രൂ ആണ്. അത് ലോജിക്കൽ ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ രണ്ടും ട്രൂ ആയ സ്ഥിതിക്ക് എന്ത് കിട്ടുന്ന റിസൾട്ട് ഇസ് ഓൾസോ ട്രൂ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് 1 ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. സോ നമുക്ക് 1 പ്രിന്റ് ചെയ്ത് കിട്ടിയേക്കുന്നത് കണ്ടോ? ഞാനിവിടെ പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് 1 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയേക്കുന്നത്. ഓക്കെ, അടുത്തത് ഓർ ഓപ്പറേഷൻ നോക്കുന്നത് ലോജിക്കൽ ഓർ ആണ്. അവിടെ നമ്മൾ കൊടുക്കണം പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് കൊടുത്തു. എന്തായിരിക്കും പെർസെൻറ്റേജിലൂടെ പ്രിന്റ് ചെയ്ത് കിട്ടുക? ഈ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് ആയിരിക്കും. ഈ എക്സ്പ്രഷൻ എന്തായിരിക്കും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 3 ആണോ? യാ, ഇറ്റ് ഈസ് ട്രൂ. ലോജിക്കൽ ഓർ എന്താണ്? എക്സ് ലെസ് ദാൻ 4. എക്സിന്റെ വാല്യൂ 5 ആണ്. സോ 5 ലെസ് ദാൻ 4 എന്ന് കൊടുത്ത് എന്താ? അത് ഫോൾസ് ആണ് അല്ലേ? പക്ഷേ ഇത് ലോജിക്കൽ ഓർ ആയതുകൊണ്ട് എന്താ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. സോ ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി, എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്. ഈവൻ സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആയാലും നോ പ്രോബ്ലം, റിസൾട്ട് ഈസ് ട്രൂ. പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് ഒരു ഇന്റിജർ വേരിയബിൾ ആയതുകൊണ്ട് ട്രൂ എന്നുള്ളതിന്റെ വാല്യൂ 1 ആയിട്ടാണ് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് 1 കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോട്ടാണ്, ലോജിക്കൽ നോട്ടാണ്. അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു എക്സ്പ്രഷൻ ആണ് കൊടുത്തേക്കുന്നത്. എന്താ? നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് എക്സ് ലെസ് ദാൻ 10 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഈ നോട്ട് എന്നുള്ള പോർഷൻ അവിടെ ജസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താ? ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഞാൻ ഈ മൗസ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത്ര ഒരു പോർഷൻ അത് ഇവാലുവേറ്റ് ചെയ്യുക. സോ അതിന്റെ ആദ്യം എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണ്. എക്സിന്റെ വാല്യൂ 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 3 ആണോ? ട്രൂ ആണ് അല്ലേ? ട്രൂ. ലോജിക്കൽ ആൻഡ് എക്സ് ലെസ് ദാൻ 10. എക്സിന്റെ വാല്യൂ 5 ആണ്. 5 ലെസ് ദാൻ 10 ആണോ? അതെ, ട്രൂ ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയിട്ടുണ്ട് അല്ലേ? സോ രണ്ട് കണ്ടീഷനും ട്രൂ ആണ് ആൻഡ് ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആണ്. രണ്ട് കണ്ടീഷൻ ട്രൂ ആയ സ്ഥിതിക്ക് റിസൾട്ടും ട്രൂ ആണ് അല്ലേ? പക്ഷെ ട്രൂ ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുക അല്ല. കാരണം എന്താ? ഇതിന്റെ മുൻപിൽ ഒരു ഓപ്പറേഷൻ എന്താ? നോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ട്രൂവിന്റെ നോട്ട് ഓപ്പറേഷന്റെ റിസൾട്ട് എന്താ? ഫോൾസ് ആയിരിക്കും. സോ ഫോൾസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ദാറ്റ് ഈസ് 0 ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ലോജിക്കൽ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അത് ആ പേര് പോലെ തന്നെ ഒരു കോൺസ്റ്റന്റിലോട്ടോ അല്ലെങ്കിൽ ഒരു വേരിയബിളിലോട്ടോ ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈക്വൽ സൈൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോഗ്രാമിൽ തന്നെ മസ്റ്റ് എന്നല്ല, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈക്വൽസ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഈക്വൽ സിമ്പൽ യൂസ് ചെയ്തിട്ടുള്ള അസൈനിങ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഈക്വൽസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വേറെ ചില ആൾട്ടർനേറ്റീവ്സ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് 1 by 1 ആയിട്ട് കാണാം. സോ ഫസ്റ്റ് വൺ ഈസ് ഈക്വൽസ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ഒരു വാല്യൂവിനെ മറ്റൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സി ഈക്വൽസ് ഡി. ദാറ്റ് മീൻസ് ഡി എന്ന വേരിയബിളിലെ വാല്യൂവിനെ സി എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആ സെയിം സി ഈക്വൽസ് ഡി തന്നെയാണ്. ഓക്കെ, അതിപ്പോൾ കാരണം ഇങ്ങനെ സെയിമസ് കൊടുക്കാൻ കാരണം നമ്മൾ താഴോട്ടുള്ള ഓപ്പറേറ്റേഴ്സിന് വേറെ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സിൻറ്റാക്സ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് കൊടുക്കും. പക്ഷേ അതിൻ്റെ മീനിങ് എന്നാന്ന് പറയുക നമ്മൾ സെയിമസ് എന്ന് പറഞ്ഞാൽ കോളത്തിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈക്വൽസിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലാത്ത നമ്മൾ സെയിം അതിൻ്റെ കൊടുത്തതേ ഉള്ളേ, കൺഫ്യൂഷനൊന്നും വേണ്ട അവിടെ. സെക്കൻഡ് ഓപ്പറേറ്ററാണ് പ്ലസ് ഈക്വൽസ്. അതിൻ്റെ എക്സാമ്പിളാണ് സി പ്ലസ് ഈക്വൽസ് ഡി. അപ്പം അതെന്താണെന്നാണ് ഇവിടെ മൂന്നാമത്തെ ഈ കോളത്തിൽ സെയിമസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സി പ്ലസ് ഈക്വൽസ് ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, സി ഈക്വൽ സി പ്ലസ് ഡി. അത് തന്നെയാണ് നമ്മൾ ഷോർട്ട് ഹാൻഡ് ആയിട്ട് സി പ്ലസ് ഈക്വൽസ് ഡി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. സോ ഈ പ്ലസ് ഈക്വൽസ് ഉള്ളതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതായത് സിയുടെയും ഡിയുടെയും കൂടെ വാല്യൂ സം ചെയ്തിട്ട് അതിന് സിയിലോട്ട് ഒരു അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്തതാണ് മൈനസ് ഈക്വൽസ്. ഇപ്പം നമ്മൾ പ്ലസ് ഈക്വൽസ് പറഞ്ഞ പോലെ തന്നെ സെയിം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സി മൈനസ് ഈക്വൽസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി ഈക്വൽസ് സി മൈനസ് ഡി, അത്രേ ഉള്ളൂ. അടുത്തത് സ്റ്റാർ ഈക്വൽസ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ. സോ എക്സാമ്പിൾ സി സ്റ്റാർ ഈക്വൽസ് ഡി എന്ന് പറഞ്ഞാൽ സി ഈക്വൽ സി ഇൻറ്റു ഡി ആണ്. സി ഇൻറ്റു ഡി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്.
അതുപോലെ ഡിവിഷൻ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സി ഡിവിഷൻ ഈക്വൽസ് ഡി എന്ന് പറഞ്ഞാൽ സി ഈക്വൽസ് സി ഡിവിഷൻ ഓർ സി ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞ മീനിങ്. മോഡുലസ് ഓപ്പറേറ്റർ സെയിം അതുപോലെ. സോ ഇത്രയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ എക്സാമ്പിൾ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എക്സ് ഈക്വൽസ് 10 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. വൈ ഈക്വൽസ് ഈ എക്സ് എന്ന് കൊടുക്കും. ദാറ്റ് മീൻസ് എന്താ ഇവിടെ സംഭവിക്കുക, എക്സിൻ്റെ വാല്യൂവിനെ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. പിന്നെ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലോട്ട് 5 എന്നൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത 8th ലൈനിലോട്ട് വരുന്നു. അവിടെ നമ്മൾ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽസ് പെർസെൻറ്റേജ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എന്താ പ്രിൻറ്റ് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 10 എന്നായിരിക്കും അല്ലേ. അതാണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ നോക്കുക. എക്സ് ഈക്വൽസ് 10 എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വൈ ഈക്വൽസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. സോ വൈയുടെ വാല്യൂ എന്താ വരിക, 10 ആയിരിക്കും വരിക. അതെന്നാ വരാൻ കാരണം എന്താ, വൈ ഈക്വൽസ് എക്സ് എന്നാണ് കൊടുത്തത്. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ 10 ആയതുകൊണ്ട് ആ 10 എടുത്ത് വൈയിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് വൈയുടെ വാല്യൂ 10 തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് വൈ ഈക്വൽസ് 10 പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. ഇനി അടുത്ത് നമ്മൾ പ്ലസ് ഈക്വൽസ് എന്നുള്ള ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമ്മൾ എക്സ് പ്ലസ് ഈക്വൽസ് ഇസഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം അവിടെ എന്താ സംഭവിക്കുക, എക്സ് പ്ലസ് ഈക്വൽസ് ഇസഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താ, എക്സ് ഈക്വൽസ് എക്സ് പ്ലസ് ഇസഡ്, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 12th ലൈൻ നമ്മൾ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. സോ എക്സ് പ്ലസ് ഈക്വൽസ് ഇസഡ് ഈക്വൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ ഓപ്പറേഷൻ കാണിക്കാനായിട്ടാണ് എക്സിൻ്റെ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണായത്, എക്സിൻ്റെ വാല്യൂ ഇപ്പം എക്സ് പ്ലസ് ഇസഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ എക്സിൻ്റെ വാല്യൂ 10 ആണ്. സോ 10 പ്ലസ് ഇസഡിൻ്റെ വാല്യൂ 5 ആണ്. സോ 10 പ്ലസ് 5 എന്താ 15. സോ 15 ആയിരിക്കും ഈ എക്സിലോട്ട് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുക. സോ 15 ആയിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടിയേക്കുന്നത് ഈ ഒരു ലൈനല്ലേ. അടുത്തത് എക്സ് മൈനസ് ഈക്വൽസ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാല്യൂ, ഒരിക്കലും നിങ്ങൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന 10 ആണല്ലോ അപ്പോൾ പിന്നെ അത് വെച്ചല്ല വരിക എന്ന് ചിന്തിക്കരുത്. നമ്മൾ വേരിയബിളിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ പറഞ്ഞതെന്താ, വേരിയബിളിൻ്റെ വാല്യൂ എപ്പോൾ വേണ്ടി ചേഞ്ച് ആകും, അതിൻ്റെ ലേറ്റസ്റ്റ് വാല്യൂ എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ആവുക അതായിരിക്കും അത് എടുക്കുക. അല്ലാതെ ഒരിക്കലും ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂ തന്നെ അല്ല എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ എക്സ് മൈനസ് ഈക്വൽസ് 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽസ് എക്സ് മൈനസ് 5 ഞങ്ങൾ കമൻറ്റ് ഇട്ട് കൊടുക്കുക അവിടെ. ഓക്കെ, എക്സ് ഈക്വൽസ് എക്സ് മൈനസ് 5 എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ എക്സിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വാല്യൂ എന്താ കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. എക്സ് സ്റ്റാർ ഈക്വൽസ് വൈ, ദാറ്റ് മീൻസ് എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ എന്നാണ് വരുന്നത്. സോ എക്സിൻ്റെ ലേറ്റസ്റ്റ് വാല്യൂ വരുന്നത് 10 ആണ്. സോ 10 എന്നുള്ള വാല്യൂ മാറിയിട്ട് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂടെ ചേഞ്ച് ആയില്ല നമുക്കിവിടെ. അതായത് ഈ ഒരു ലൈനിൽ ഇപ്പം എക്സിൻ്റെ വാല്യൂ 5 എന്നാണ് വന്നേക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 5 ആണ്. സോ എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഞാൻ ടൈപ്പ് ചെയ്യാം. എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ എന്നാണ് വരുന്നത്. സോ എക്സിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വാല്യൂ വരുന്നത് 5 ആണ്. സോ 5 ഇൻറ്റു വൈ, വൈയുടെ വാല്യൂ വരും വൈ ഈക്വൽസ് എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എന്താ വരിക, വൈയുടെ വാല്യൂ 5 ആണ്, 10 ആണ് വരുന്നത്, എക്സിൻ്റെ പഴയ വാല്യൂ വരുന്നത് അല്ലേ. സോ 10 ഇൻറ്റു 5 വരും 50 ആണ് വരിക. സോ അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. എക്സ് സ്റ്റാർ ഈക്വൽസ് വൈ എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ 50 എന്ന് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലാവുകയായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററിലോട്ട് പോകാം. ദാറ്റ് ഈസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈനറി വാല്യൂസ് തമ്മിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ടഡ് ബൈ സി പ്രോഗ്രാം. സോ ഫസ്റ്റ് വൺ ഇസ് ആൻഡ്. സോ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ആൻഡ് ഓറും നോട്ടും ഒക്കെ നമ്മൾ പ്രീവിയസ് വേറൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. എന്തിലാണ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ അല്ലേ. സോ അവരുടെ ഡിഫറൻസ് വരുന്നുണ്ട്. എന്താ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഡബിൾ കൊടുക്കണം, ഡബിൾ ആയിട്ട് 2 കൊടുക്കണം. ഡബിൾ ആംപർസാൻഡ്, ഡബിൾ ഓപ്പറാൻഡാണ്, ഡബിൾ ഓറാണ് കൊടുക്കുന്നത്. പക്ഷേ ബിറ്റ് വൈസ് വരുമ്പോഴത്തേക്കും സിംഗിൾ മതിയോ, സിംഗിളായിട്ട് ഉള്ള സിമ്പിൾ കൊടുത്താൽ മതി. അതാണ് ബിറ്റ് വൈസും ലോജിക്കലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ആംപർസാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ആണ്. ഈ പൈപ്പ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ഓറാണ്. പിന്നെ ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓറാണ്. അടുത്തത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉണ്ട് നമ്മുടെ കീബോർഡിൽ, ഇത് 1 എന്നുള്ള ഡിജിറ്റ് നമ്പറിൻ്റെ അപ്പുറത്തായിട്ട് വരുന്ന ഒരു സിമ്പിളാണ്. സോ അതിൻ്റെ മീനിങ് ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ആണ്. പിന്നെ ഈ 2 ലെസ് ദാൻ കൊടുക്കുന്നത് ഷിഫ്റ്റ് ലെഫ്റ്റ്, 2 ഗ്രേറ്റർ ദാൻ കൊടുക്കുന്നത് ഷിഫ്റ്റ് റൈറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാവേ. സോ
നമുക്കാദ്യം ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് ബിറ്റ് വൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി നമ്പേഴ്സ് പെർഫോം ചെയ്താണ് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്പേഴ്സ് ഇപ്പോൾ കൊടുക്കുവാണ്, ഇപ്പോൾ 12, 25 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് അതങ്ങനെ എടുക്കുകയില്ല, പകരം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ആ ബൈനറി നമ്പേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ 12. സോ ഈ 12 എന്നുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരിക 0. ബൈനറി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുള്ള 0s and 1s മാത്രം വരുന്നതാണ് ബൈനറി എന്ന് പറഞ്ഞാൽ. സോ 12ൻ്റെ ബൈനറി ഫോർമാറ്റാണ് ഈ കൊടുത്തേക്കുന്ന ലൈനിൽ. ഓക്കെ, സോ 0 0 0 അത്ര 40 പിന്നെ 11 00 ആണ് ബൈനറി ഫോർമാറ്റ് ഓഫ് 12. 25ൻ്റെ അതുപോലെ വന്നേക്കുന്നത് 0 000 11 001 ആണ് 25 വരിക. ഇനി ഇത് തമ്മിലിപ്പം ഈ ഫസ്റ്റ് 12ൻ്റെ 25ൻ്റെ ബൈനറീസ് തമ്മിലുള്ള ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡിജിറ്റ്സും 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 0 ആയിരിക്കും. 2 ഡിജിറ്റ്സും 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 1 ആയിരിക്കും. 2 ഡിജിറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം 0 ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ കേസിൽ പഠിച്ച കാര്യം തന്നെ, അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ആൻഡ് ഓപ്പറേറ്റർ. സോ ഇവിടെ അതുപോലെ തന്നെ സംഭവിക്കുക, ഏതെങ്കിലും ഒരു ഡിജിറ്റ് 0 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് 0 ആയിരിക്കും. സോ ഇവിടെ കൺഫ്യൂഷൻ വരണ്ടേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അതെങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. സോ 12ൻ്റെ ബൈനറി നമ്പർ ഇവിടെ എഴുതി, 25ൻ്റെ ബൈനറി നമ്മൾ അടുത്ത ലൈൻ എഴുതി. നമ്മൾ സാധാരണ സാധനം ചെയ്യുന്ന ആ ഒരു സിൻടാക്സ് അല്ല സ്ട്രക്ചർ നമ്മൾ കൊടുത്തേക്കാണ്. ഇനി ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇപ്പം ആ ഒരു സ്ട്രക്ചർ തന്നെ കൊടുക്കുക. ഞാനിപ്പം ആൻഡ് വന്നേക്കുന്നു. ഓക്കെ, ഇവിടെ കൊടുത്ത കൺഫ്യൂഷൻ ഇവിടെ കൊടുക്കുക. ഓക്കെ, ആൻഡ് പെർഫോം ചെയ്യാം. ഇപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇവിടുന്ന് റൈറ്റിൽ നിൽക്കുന്നു. സോ ഈ ആദ്യത്തെ 0 ഉണ്ടല്ലോ, ഈ 12ൻ്റെ ഈ ആദ്യത്തെ 0 ഓക്കെ, ഈ 0യും 25ൻ്റെ ഈ ഒരു 1 ഉണ്ടല്ലോ, അത് തമ്മിൽ ആദ്യം ആൻഡ് പെർഫോം ചെയ്യുക. സോ എങ്ങനെ പെർഫോം ചെയ്യുക, 0 and 1 എന്ന് വരും. 0 and 1 എന്ന് പറഞ്ഞാൽ എന്താ, അതിലൊരെണ്ണം 0 ആണ്. സോ റിസൾട്ട് 0 ആയിരിക്കും വരും. അതുകൊണ്ട് 0 ആണ് ഇവിടെ. ഫസ്റ്റ് ഈ 1 വന്നേ, ഈ 0 വന്നേക്കുന്നത് കണ്ടത്. അടുത്ത് നമ്മൾ രണ്ടാമത്തെ പൊസിഷനോട്ട് പോവുകയാണ്. ഇവിടെ ഈ 12ൻ്റെ കേസിൽ ഈ ഒരു 0, അതുപോലെ 25ൻ്റെ കേസിൽ ഈ ഒരു 0. സോ 0 and 0 റിസൾട്ട് വരിക 0 തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഈ 1 and ഈ 0 റിസൾട്ട് വരുന്നത് 0, കാരണം ഒരെണ്ണം 0 ആണല്ലോ. സോ റിസൾട്ട് 0 വന്നു. പിന്നെ ഇത് ഈ 1ഉം ഈ 1ഉം, അതായത് കറക്റ്റ് ആ പൊസിഷനിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ഒരു പൊസിഷൻ തമ്മിലാണ് ഈ ആൻഡ് ചെയ്യുന്നത് കേട്ടോ. സോ ഈ 1 and 1 എന്ന് പറയുമ്പോൾ റിസൾട്ട് 1 വരത്തുള്ളൂ, കാരണം രണ്ടും 1 ആയതുകൊണ്ട് റിസൾട്ട് 1 വരുവേ. അടുത്തത് ഈ 0യും 0 and ഈ 1 വരും, റിസൾട്ട് വരും 0. പിന്നെ ബാക്കിയെല്ലാം 0 0 0 വന്നു. സോ അതുകൊണ്ട് 0 തന്നെ ആയിരിക്കും റിസൾട്ട് വരിക. സോ ഇതാണ് കിട്ടിയത്. ഇത് ബൈനറി ഫോർമാറ്റാണ്. ഇത് എന്തിൻ്റെ ബൈനറി ഫോർമാറ്റാണ്, 8 എന്ന നമ്പറിൻ്റെ, അത് 8 ആയിരിക്കും ഡെസിമൽ എൻ്റെ വാല്യൂ വരിക. സോ 8 ആണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അത് ബൈനറി ഫോർമാറ്റ് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് ബൈനറി ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയാം. അടുത്ത നമ്മൾ രണ്ടാമത്തെയാണ് നമ്മൾ നോക്കിയതാണ് ഓർ ഓപ്പറേഷൻ വരുന്നത്. ഓർ ചെയ്യുന്നത് നോക്കാവേ. ഇത് അവിടെ ഓറിൻ്റെ കേസ് നമ്മൾ സെയിം തന്നെ എടുക്കാം. 12ഉം 25 തന്നെ അതിൻ്റെ ബൈനറി ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട്. ഇതായത് നമ്മൾ ബിറ്റ് വൈസ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലോജിക്കൽ ഓറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ഓർ 1 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും ട്രൂ ഓർ 1 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെയും വരിക. ഇത് കണ്ടോ, നമ്മൾ ആ കറക്റ്റ് അതുപോലെ തന്നെ എഴുതി നമ്മൾ ഈ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ആദ്യത്തെ 0യും ഈ ആദ്യത്തെ 0യും സെലക്ട് ആവാത്ത. ഓക്കെ, ഫൈൻ, ഇപ്പോൾ കറക്റ്റ് അല്ലേ. ഓക്കെ, 1100 ഓക്കെ, ഓക്കെ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സോ ഈ ആദ്യത്തെ ഈ ഒരു 0യും ഈ ഒരു 1ഉം കൂടെ ഓർ ചെയ്യുക. സോ 0 or 1 എന്താ വരിക, 1 വരും, കാരണം ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ മതി. അതിൻ്റെ റിസൾട്ട് 1 ആയി, കാരണം നമ്മൾ ആ 1 ഇവിടെ എഴുതിയേക്കുന്നത്. അടുത്ത് ഇവിടെ ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലോട്ട് വരുവാണ്. അവിടുത്തെ ഈ 0, ഓക്കെ, ഈ 0യും
ഈ രണ്ടാമത്തെ ഈ 25ൻ്റെ ഈ രണ്ടാമത്തെ സീറോയെ നമ്മൾ ചെയ്യുക 0 ഓർ 0 എന്ന് പറയുമ്പോൾ 0, കാരണം 2 0 ഉണ്ട്, റിസൾട്ടും 0 ആയിരിക്കും വരിക. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഓറും ഈ ഒരു 1ഉം ഈ ഒരു 0യും കൂടെ ചെയ്യുക. സോ 1 ഓർ 0 എന്ന് പറയുമ്പോൾ വീണ്ടും 1 വരുന്നു. പിന്നെ ഈ 1 ഓർ 1 വരുമ്പോഴത്തേക്കും 1 വരും. പിന്നെ 0 ഓർ 1 വരുമ്പോഴത്തേക്കും 1 വരും. പിന്നെ ബാക്കി 0 ഓർ 0 0 ആയിരിക്കും, 0 ഓർ 0 0 ഓർ 0. ഓക്കെ, ദെൻ ഇതെന്ന് പറഞ്ഞാൽ 29 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറിയാണ് വന്നേക്കുന്നത്. സോ 29 ആയിക്കാണ്ട് റിസൾട്ട് വരിക അല്ലെങ്കിൽ ആൻസർ വരിക. സോ ഇതാണ് ബിറ്റ് വൈസ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന രീതി. നെക്സ്റ്റ് ഈസ് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എക്സോർ എന്ന് പറയും. സോ അത് മനസ്സിലായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ ചാർട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അതായത് 0 ഇപ്പോൾ രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ടും 0 ആയിരിക്കും. രണ്ടും ഇപ്പോൾ അതിൽ ഒരെണ്ണം 0 1ഉം ആ വരുന്നതെന്നുണ്ടെങ്കിൽ കണ്ടില്ല അതിന് 0 എക്സ്ക്ലൂസീവ് ഓർ 1 വരുന്നതെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. 1 ഓർ 0 വന്നാലും 1 ആയിരിക്കും. രണ്ടും 1 വന്നാൽ 0. അപ്പോൾ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കുക? അതായത് രണ്ടും ഒരേപോലത്തെ ഡിജിറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലത്തെ ബൈനറി വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. അത് രണ്ടും 0 ആണെങ്കിൽ 0 വരും. രണ്ട് നമ്പേഴ്സും 1 അല്ലെങ്കിൽ രണ്ട് ബൈനറി വാല്യൂ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ബിറ്റും 1 ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും വരിക. ഏതെങ്കിലും ഒരെണ്ണം 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും വരിക. അതാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുക. സോ നമുക്ക് സെയിം 12നും 25നും എക്സ്ക്ലൂസീവ് ഓർ എഴുതാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 21 എന്ന ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബൈനറി വാല്യൂ ആയിരിക്കും അത്. ഓക്കെ, സോ ഓപ്പറേഷൻ പെർഫോം ഞാൻ വീണ്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ചാർട്ട് വെച്ചിട്ട് ഇപ്പോൾ പെർഫോം ചെയ്തേക്കുന്നത് കണ്ടോ. നമ്മൾ 12നും 25നും കറക്റ്റായിട്ട് ആ പൊസിഷൻ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0 എക്സ്ക്ലൂസീവ് ഓർ 1 വരും. സോ 0 എക്സ്ക്ലൂസീവ് ഓർ 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടേബിൾ നോക്കി എന്താ വരിക? 1 ആയിരിക്കും. സോ റിസൾട്ട് ഈസ് 1 ആണ് ഇവിടെ ഈ 1 കൊടുത്തേക്കുന്ന ആദ്യത്തെ. അടുത്തത് ഇതിൻ്റെ ഈ രണ്ടാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള 0യും ഇതിൻ്റെ രണ്ടാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള ഈ 0യും തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുക. സോ രണ്ടും 0 വരുന്ന കേസ് എന്തായിരിക്കും? റിസൾട്ട് 0 ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോ ബിറ്റ്സ് വെച്ച് ചെയ്യുക. ഓക്കെ, ആണ് എക്സോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നെഗോസിയേഷൻ ഓർ കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ് നമുക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു നെഗോസിയേഷൻ ഓപ്പറേറ്റർ ആട്ടോ. ഇങ്ങനെ ഒരു നമ്മുടെ കീബോർഡിൽ കണ്ടോ 1 എന്ന നമ്പറിൻ്റെ 1 ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് ആ ഒരു സിമ്പിൾ. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് ബൈനറി വാല്യൂ യൂസ് ചെയ്യത്തില്ല, ഒരൊറ്റ ബൈനറി വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 35ന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അതിൻ്റെ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. ഇപ്പോൾ 0യുടെ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1ന് ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് 0 ആയിരിക്കും. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. സോ 35ൻ്റെ ബൈനറി നമ്പർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഈ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് കാണാൻ വേണ്ടി പോകാൻ നമ്മൾ ഈ ഓപ്പറേറ്റർ കൊടുത്തേക്കുന്നത്. സോ റിസൾട്ട് ഇതായിരിക്കും വരിക. അതെങ്ങനെയാണ് വന്നത്? താഴത്തെ 1 എടുക്കുക, കണ്ടോ 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 1 ആയിരിക്കും, 0 ആയിരിക്കും വരിക. കൊടുത്തു. അടുത്ത് ഈ 1 എടുത്തു. ഈ 1ൻ്റെ ഓപ്പോസിറ്റ് അതായത് 1ൻ്റെ 0 ആയിരിക്കും വരും, അത് കൊടുത്തു. അടുത്ത പിന്നെ ഈ ഒരു 0 എടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തൊരു 1 വരും, കൊടുത്തു. പിന്നെ അടുത്ത് 0 വരും, അതിൻ്റെ ഓപ്പോസിറ്റ് 1 വരും. അങ്ങനെ കൊടുത്ത് പോവുകയാണ്. സോ എൻ്റെ ഫൈനൽ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതെന്ന് പറഞ്ഞാൽ 220 എന്ന ഡെസിമൽ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ്. സോ അതാണ് എൻ്റെ റിസൾട്ട് വരും. ഇതാണ് ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ബാക്കി എടുത്ത് 12, 25 അങ്ങനെയൊക്കെയുള്ള രണ്ട് നമ്പേഴ്സ് വെച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോംപ്ലിമെൻ്റ് കേസിൽ ഒരൊറ്റ നമ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ, ഒറ്റ ബൈനറി വാല്യൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അടുത്താണ് നമുക്ക് ഞാൻ ചാർട്ട് ഇത് കൊടുത്തേക്കുന്ന ബൈനറി റൈറ്റ് ഷിഫ്റ്റ് ആണ്. സോ ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പേര് പോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ് വാല്യൂസിനെ, ബിറ്റ്സിനെ. ഇപ്പോൾ ബൈനറി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻറ്റു A = 7 എടുക്കുവാണ്. സോ 7ൻ്റെ നമ്മൾ ബൈനറി നമ്പർ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരിക, കണ്ടോ 0 1 1 1. സോ നമ്മൾ ഇതിനിപ്പം 2 ബിറ്റാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം. അതിനെ റെപ്രസെൻറ്റ് ചെയ്തത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഡബിൾ ഗ്രേറ്റർ ദാൻ 2 എന്നാണ് കൊടുക്കുക. അതാണ് ബൈനറി റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് എത്ര ബിറ്റ്സ് വേണം ഷിഫ്റ്റ്? ഇപ്പം A ഗ്രേറ്റർ ദാൻ 7 എന്ന് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് 7 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും റൈറ്റിലോട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് 2 ബിറ്റ്സാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ എയുടെ വാല്യൂ ഇതാണ് വരിക. അത് ആ ഒരു ഓപ്പറേറ്റർ കൊടുക്കുന്നു, ദെൻ 2 എന്ന് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് 2 ബിറ്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടി പോവുകയാണ് ഈ പർട്ടിക്കുലർ ബൈനറി വാല്യൂ, അതായത് 7ൻ്റെ ബൈനറി വാല്യൂ. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇതാണ് വരിക. സോ അതെങ്ങനെ കിട്ടിയെന്നാണ് ഞാനിവിടെ ഒരു ചാർട്ടിൽ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാമത്തിൽ കൊടുത്തേക്കുന്നത്. സോ ആദ്യം ഈ ഒരു റോ, ഫസ്റ്റ് റോ, അവിടെ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ബൈനറി വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പം എന്താ 1 2 3
4 5 5 zeros ആൻഡ് 111. അതാണ് ഈ 7 എന്നുള്ളതിൻ്റെ വാല്യൂ വരിക. ശ്രദ്ധിക്കുക, അതിപ്പോൾ എങ്ങനെ വന്നെന്നായിരിക്കും. 7ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ജസ്റ്റ് 111 വരിക. പക്ഷെ നമ്മൾ എപ്പോഴും ഓപ്പറേഷൻ പെർഫോം നമ്മൾ 8 ഡിജിറ്റാണ് യൂസ് ചെയ്യുക. സോ അതുകൊണ്ട് റിമൈനിങ് പൊസിഷൻസ് നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 0 0 0 3 ആദ്യം വന്നേക്കുന്നത്. അതാണ് ഫസ്റ്റ് റോ, അതായത് ഒറിജിനൽ വാല്യൂ ഓഫ് 7, ഒറിജിനൽ ബൈനറി വാല്യൂ ഓഫ് 7 അതാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ലൈൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നെക്സ്റ്റ് ലൈൻ നമ്മൾ ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പെർഫോം ചെയ്യും? ആദ്യത്തെ 0 നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് കൊടുത്തു, രണ്ടാമത്തെ 0 ഇങ്ങോട്ട് കൊടുത്തു, മൂന്നാമത്തെ 0 ഇങ്ങോട്ട് കൊടുത്തില്ല, ഷിഫ്റ്റ് റൈറ്റിലോട്ട് ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകാം. ദെൻ ഫൈനലി ഈ റൈറ്റ് മോസ്റ്റ് സൈഡിൽ വന്നുകൊണ്ടോ ഈ ഒരു 1 ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നില്ലേ, അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. അതിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പോയി. അതുകൊണ്ടാണ് ഞാനൊരു പിങ്ക് കളറിൽ ഒരു ബോക്സ് കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ വരുന്നില്ലായിരുന്നു, കാരണം ഈ ഒരു 0 ആണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. സോ നത്തിങ് ഈസ് ഹിയർ. സോ ആ ഒരു എംപ്റ്റി വാക്കൻറ്റ് സ്പേസിലോട്ട് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കും. സോ റിസൾട്ട് എന്തായിരിക്കും? ഈ ഒരു സെക്കൻഡ് റോ വരിക 1 2 3 4 5 6 zeros ആൻഡ് 1 1 ഡബിൾ 1 ആയിരിക്കും വരിക. ഈ ഒരു 1 റിമൂവ് ചെയ്ത് കളയാം. സോ അത് കൂട്ടണ്ട. ഓക്കെ, അടുത്ത ലൈന് നമ്മൾ തേർഡ് റോയിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്യണം. കാരണം എന്താ, നമ്മളിവിടെ ബൈനറി റൈറ്റ് ഷിഫ്റ്റ് 2 ആണ് കൊടുത്തത്. സോ 2 times ആണ് ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ തേർഡ് റോയിൽ നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഷിഫ്റ്റ് ചെയ്യേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ ഒരു 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ ഒരു 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് നമ്മൾ നേരത്തെ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്ത് പോകുക. വീണ്ടും എന്ത് പറ്റും? ഇവിടുത്തെ ഈ ഒരു 1 ഇവിടെ റൈറ്റ് മോസ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. സോ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും, റിമൂവ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഞാൻ അതിന് ഈ ഒരു പിങ്ക് കളർ കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് പോകും. അപ്പോൾ എന്നാ പറ്റുന്നത്? ഇപ്പോൾ ആദ്യത്തെ രണ്ട് പൊസിഷൻസ് വേക്കൻ്റ് ആയിട്ട് പോകുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യും? 0s വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 1 2 3 4 5 6 7 7 zeros വരും, ഒരു 1 വരും. ദെൻ ഈ 1 കൂട്ടേണ്ട, ഈ 1 നമ്മൾ റിമൂവ് ചെയ്ത് കളയും. സോ ഇതാണ് ഫൈനൽ റിസൾട്ട് ഓഫ് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കടുത്തത് ലെഫ്റ്റ് ഷിഫ്റ്റ് നോക്കാം. എങ്ങനെ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേറ്റർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കി എങ്ങനെ എൻ്റെ ഓപ്പറേഷൻ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സെയിം 7 എന്നുള്ള നമ്പർ തന്നെ എടുക്കുന്നത്. അപ്പോൾ 7 ബൈനറിയിൽ എഴുതുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ഫോർമാറ്റിലാണ് കൊടുത്തേക്കുന്നത്. 0 111 വരുന്നത്. ദെൻ അറിയാലോ, ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും <= സിമ്പിളാണ് കൊടുക്കുന്നത്. ഇത് എൻ്റെ മൗസ് ശ്രദ്ധിക്കുക, മൗസ് പോയിൻ്റർ കേട്ടോ. സോ ദെൻ നോക്ക്. സോ അതിൻ്റെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് 2 bits ആണ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സെയിം നമ്മൾ റൈറ്റ് ഷിഫ്റ്റിന് 2 ചെയ്ത പോലെ തന്നെ ഇതിന് 2 ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് റോ ശ്രദ്ധിക്കുക. ഈ ഒരു ഫസ്റ്റ് റോ ഇവിടെ കണ്ടോ, നമ്മൾ ആ സെയിം അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള 7ൻ്റെ ബൈനറി വാല്യൂ വേണം എഴുതി കൊടുക്കുക. 0 111. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും 8 പൊസിഷൻസ് അല്ലെങ്കിൽ 8 ഡിജിറ്റ്സ് അവിടെ വരണം. സോ അതിനായിട്ട് നമ്മൾ റിമൈനിങ് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ 0 0 0 ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് അങ്ങനെ ടോട്ടൽ 8 bits ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് റോയിൽ ആദ്യത്തെ നമ്മൾ 2 bits ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ 2 തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. സോ നമ്മൾ ഈ സെക്കൻഡ് റോയിൽ നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഷിഫ്റ്റിൻ്റെ നമ്മൾ അങ്ങനെ റൈറ്റോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലേ പോയത്. നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. കണ്ടാരന്മാർക്ക് കൊടുത്തേക്കുന്നത് അവിടെ. സോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് കണ്ടോ, മൗസ് മൂവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ ആദ്യത്തെ 1നെ അതിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ആ 1 ആണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടോ, അടുത്ത നമ്മൾ ഈ സെക്കൻഡ് 1 എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തു, അടുത്ത 1 എടുത്ത് മൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക എന്നാ സംഭവിക്കുന്നത്. ഈ ലാസ്റ്റ് 0 മൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് പുറത്തോട്ട് പോവുകയാണ്. നമ്മളപ്പോൾ അതിന് ഈ ഒരു കളർ കൊടുത്ത്, കാരണം അതിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ്. അത് ലെഫ്റ്റ് സൈഡിൽ വന്നേക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ റൈറ്റ് ഷിഫ്റ്റിൻ്റെ കേസ് നമ്മൾ കണ്ടായിരുന്നു. റൈറ്റിലോട്ട് പോയി നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണ്. then അപ്പം എന്നാ പറ്റും, ഈ 0 ഈ ഒരു പൊസിഷൻ ഡിസ്കാർഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്നാ പറ്റുന്നത്, പിന്നെ 7 bits വരുന്നുള്ളൂ. അപ്പം എന്നാ ചെയ്യണം, നമ്മൾ ഇവിടെ വേക്കൻ്റ് ആയിട്ടൊരു പൊസിഷൻ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു മൗസ് കണ്ട മൂവ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിന് നമ്മൾ 0 കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആ എംപ്റ്റി പൊസിഷനെ. ഓക്കെ, ഇപ്പോൾ ഒരു ഷിഫ്റ്റാണ് നടന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഈ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ വരിക, 0 0 0 0 1 1 1 0 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു 0 നമ്മൾ കൂട്ടത്തില്ല, അതിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതായത് നമ്മൾ തേർഡ് റോയിൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ അടുത്ത ഷിഫ്റ്റിംഗ് നടത്തുവാണ്. കാരണം 2 bits ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ ഒരു തവണയും കൂടെ നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തുക. സോ നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 0യെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു.
നമ്മളൊരു ആരോ മാർക്ക് അവിടെ കൊടുക്കാൻ വിട്ടുപോയാൽ കാണിക്കാം, നല്ല മനസ്സിലാവും. ഓക്കെ, കണ്ടോ? സോ ഈ ഒരു 0 ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഈ ഒരു 1 ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെന്താ ഈ ഒരു 1 ഇങ്ങോട്ട് മൂവ് ചെയ്തു. ആരോ മാർക്ക് ശ്രദ്ധിക്കാറ് മൂവ് ചെയ്ത് പോയേക്കുന്നത്. ദെൻ ഫൈനലി ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന ഈ ഒരു 0 ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ റിമൂവ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, എത്ര ബിറ്റ്സ് ഇവിടെ വരിക? 1 2 3 4 5 6 7 വരുന്നുള്ളൂ. പിന്നെ ഒരു ബിറ്റ്സിൻ്റെ കുറവുണ്ട്, അതായത് ഈ റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഒരു പൊസിഷൻ എംറ്റി ആയിട്ട് വരും, അവിടെ നമ്മൾ ഈ 0 കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. സോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക? 0 0 0 1 1 1 0 0. ഇതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഫൈനൽ റിസൾട്ട്, ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് 7. ഓക്കെ, ഇനി നമുക്കിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ ഇൻറ്റീജർ വേരിയബിൾസ് ആയിട്ട് എയും ബിയും ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് എ ഇനിഷ്യലൈസ് ചെയ്യുന്ന 12 എന്നൊരു വാല്യൂ കൊടുത്തിട്ടും ബി ഇനിഷ്യലൈസ് ചെയ്യുന്നത് 25 എന്നൊരു വാല്യൂ കൊടുത്തിട്ടുമാണ്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ്. നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ഓൾറെഡി കണ്ടല്ലോ ഇപ്പം അങ്ങനെ ചെയ്യാന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ ആ ഓപ്പറേഷനാണ് ഇവിടെ, ഓപ്പറേഷൻ റിസൾട്ടാണ് ഇവിടെ ഈ %ഡിയിൽ പ്രിന്റ് ചെയ്ത് കിട്ടുക. സോ ആ ഓപ്പറേഷൻ കൊടുക്കുന്നത് ഇങ്ങനെ എ ആൻഡ് ബി എന്ന് കൊടുത്തു. ഓക്കെ, സോ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ആൻഡ് ബി 12 and 25 ആണ്. സോ അതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ബിറ്റ് വൈസ് ആൻഡ് ഈക്വൽ 8 അതാണ്. നെക്സ്റ്റ് ലൈൻ 6th ലൈൻ ഇവിടെ നോക്കുക. നമ്മൾ അടുത്ത ബിറ്റ് വൈസ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കുക, കണ്ടോ? എ ഓർ ബി കൊടുത്തു. സോ അതിൻ്റെ റിസൾട്ടാണ് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി, ബിറ്റ് വൈസ് ഓർ 29. അതായത് ബിറ്റ് വൈസ് ഓർ ഓഫ് 12 and 25 ആണ്, ആൻസർ 29 കിട്ടുന്നത്. അടുത്ത ബിറ്റ് വൈസ് എക്സ് ഓർ ഓപ്പറേഷനാണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ ആൻസറാണ് 21 എന്ന് കിട്ടുന്നത്. അടുത്ത ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മൾ 35 എന്ന് ചുമ്മാ ഒരു നമ്പർ കൊടുത്തു, അല്ലെങ്കിൽ ഏത് വെള്ളം കൊടുക്കാണ്ട് ചുമ്മാ 35 എന്ന് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ആ നെഗോസിയേഷൻ ഓപ്പറേറ്റർ കൊടുക്കുക. ആൻഡ് ഏത് വേരിയബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് കോൺസ്റ്റൻ്റ് ആണത് കൊടുക്കുക, അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ഓഫ് 35ൻ്റെ ആൻസർ 36 ആണ് വരുന്നത്. അടുത്ത നമ്മൾ വാർ എന്നൊരു ഇൻറ്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു ആൻഡ് ഇനിഷ്യലൈസിങ് വിത്ത് 7 എന്നൊരു വാല്യൂ കൊടുത്തിട്ട്. അടുത്ത ലൈനിൽ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് 2 ബിറ്റ്സ്. സോ 7 നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് 2 ബിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നോ ഈ ഡയഗ്രാമത്തിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടത്തില്ലേ? ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ വരുന്ന ഒരു ബൈനറി വാല്യൂ ഉണ്ട്, ഡെസിമൽ വാല്യൂ ഉണ്ട്. ആ ഡെസിമൽ വാല്യൂ നമുക്ക് ആൻസർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, അടുത്ത് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആ സെയിം ഈ 7 എന്നുള്ള നമ്പറിനെ, അതിൻ്റെ ആൻസർ 28 ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് ടെർണറി ഓർ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. സോ ഇത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം വരുന്നുണ്ട്, ഇഫ് കണ്ടീഷൻസ് ഒക്കെ. അല്ലെങ്കിൽ അതിന് പകരം നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ അധികം അത്ര യൂസ് ചെയ്ത് കാണാറില്ല. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ടെർണറി ഓർ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു അസസ് എ കണ്ടീഷൻ, നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ്. ദെൻ ആ കണ്ടീഷൻ ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ റിട്ടേൺ ചെയ്യും. അതാണ് ഇതിൻ്റെ ടെർണറി ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻടാക്സ് ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, ദെൻ വാല്യൂ ഇഫ് ട്രൂ, അത് ട്രൂ ആകുമ്പോൾ എന്ത് വാല്യൂ ആണ് വരണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക, പിന്നെ ഫുൾ കോളം കൊടുക്കുന്നു, പിന്നെ ഫോൾസ് ആകുമ്പോൾ എന്ത് വാല്യൂ ആണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ സിൻടാക്സ്. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. സോ വാർ ഈക്വൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു വേരിയബിൾ നെയിം കൊടുക്കണം, ഈക്വൽസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 1 അതായത് ട്രൂ ആകുമ്പോൾ കിട്ടേണ്ട വാല്യൂ കൊടുക്കുക, ദെൻ ഫുൾ കോളൻ എക്സ്പ്രഷൻ 2 ദാറ്റ് മീൻസ് ഫോൾസ് ആകുമ്പോൾ കിട്ടേണ്ട വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യുകയാണ്, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ഇറ്റ് ഇസ് ട്രൂ, അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ 1 എന്നുള്ള വാല്യൂ ആയിരിക്കും ഈ വാർ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ കേസ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് ആ കണ്ടീഷൻ ഫോൾസ് ആവും, ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 2 ഈ EXPR2 എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ വാല്യൂ ആയിരിക്കും വാർ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത്. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനൊരു ടെർണറി ഓപ്പറേറ്ററിന് പേര് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇറ്റ് റിക്വയർസ് 3 ഓപ്പറാൻസ്, അവിടെ 3 ഓപ്പറാൻസ് ആണ് വരിക. എന്നൊക്കെ വരിക, ഒന്ന് ഇത് കണ്ടീഷൻ ടു ബി ഇവാലുവേറ്റഡ് വരുന്നുണ്ട്, ദ വാല്യൂ ടു ബി റിട്ടേൺ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ വരുന്നുണ്ട്, ആൻഡ് ദ വാല്യൂ ടു ബി റിട്ടേൺ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ്. സോ ഈ 3 ഓപ്പറാൻസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് എക്സ്പ്രഷൻ, ദാറ്റ് മീൻസ് ദ കണ്ടീഷൻ, ദെൻ
ട്രൂ വാല്യൂ ആൻഡ് ദ ഫോൾസ് വാല്യൂ. സോ 3 ഓപ്പറൻസ് വരുന്നുണ്ടോ നമ്മൾ ഇതിന് ടെർണറി ഓപ്പറേറ്റർ എന്ന് പേര് കൊടുക്കാൻ കാരണം. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കാം. ഉണ്ട് പ്രോഗ്രാം. ഒരു എക്സ് എന്നൊരു ഇൻറ്റിജർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനിഷ്യലൈസിങ് വിത്ത് ദ വാല്യൂ ഓഫ് 6. അതുപോലെ വൈ എന്നൊരു ഇൻറ്റിജർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ 12 ആണ് കൊടുക്കുന്നത്. ഇവിടെ 8th ലൈനിലാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്ട് പോകുന്നത്. സോ ഇവിടെ നമ്മൾ വേരിയബിൾ റിസൾട്ട് എന്നാണ് കൊടുത്തത്, അതും ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. ഈക്വൽസ് ഇവിടെ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, അതായത് ഇവിടുത്തെ കണ്ടീഷൻ കൊടുക്കുക ഇത്രേ ഉള്ളൂ, ജസ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ ചെക്ക് ചെയ്യാൻ കേട്ടോ. സോ അതിൻ്റെ സ്ട്രക്ചർ നോക്കുക. അതിന് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്നു എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അതൊരു പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, അതിനുള്ളിലാണ് കൊടുക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, പിന്നെ എക്സ് ഫുൾ കോളൻ വൈ. ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ആദ്യം ഇത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ഈ ഒരു കണ്ടീഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്നുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ആയിരിക്കും റിസൾട്ട് എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇൻ കേസ് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ എടുത്തിട്ടായിരിക്കും റിസൾട്ട് എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ കേസിൽ എന്താ വരിക, അവിടെ കമൻറ്റ് കാണിക്കാം. എക്സിൻ്റെ വാല്യൂ 6 ആണല്ലോ, സോ 6 ഗ്രേറ്റർ ദാൻ വൈയുടെ വാല്യൂ 12 ആണ്. ആ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറ്റുക, കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ, 6 ഗ്രേറ്റർ ദാൻ 12 ആണോ, അല്ല ഫോൾസ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഫോൾസ്. അത് ഫോൾസ് ആകുമ്പോൾ എന്നാ പറ്റും, എന്തായിരിക്കും സംഭവിക്കുക, ഈ വൈയുടെ വാല്യൂ ആയിരിക്കും ഈ റിസൾട്ടോട് സ്റ്റോർ ആകുക. സോ വൈയുടെ വാല്യൂ എന്താ വരിക, 12 ആയിരിക്കും. സോ ഇൻ റിസൾട്ട് ഈക്വൽസ് 12 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാർജർ വാല്യൂ അവിടെ കിട്ടുമല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടി കൊടുക്കുകയാണ്, ഇത് ലാർജർ വാല്യൂ യൂസ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. സോ 12 എന്ന് പ്രിന്റ് ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ ഔട്ട്പുട്ട് സ്ക്രീനിൽ വന്നേക്കുന്നത് 12 എന്ന് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ആ ഓപ്പറേറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്പറേറ്റർ നോക്കാം. ഓക്കെ, ഇത് ഷിഫ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് കണ്ട ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ കൂടെ തന്നെ പഠിച്ചതാണ്. റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും നമുക്ക് വേണമെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ കൊടുത്ത് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിന് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ സെയിം സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല, തന്നെയാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇച്ചിരി കോംപ്ലിക്കേഷൻ വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിലൊരു റൈറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് വരുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് അവിടെ. പിന്നെ എവിടെയാ ബാക്കി ഓപ്പറേറ്റേഴ്സ് എല്ലാം സെയിം, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഒക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, അരിതമെറ്റിക് അല്ലേ, ഇതെല്ലാം വളരെ സിമ്പിൾ. പിന്നെ യൂണറി അരിതമെറ്റിക് ഓപ്പറേറ്ററിന്റെ കേസ് ശ്രദ്ധിക്കുക. പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ട്, പ്രീ ഡിക്രിമെന്റ് ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെന്റ് ഉണ്ട്. സോ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ഓരോ വാല്യൂ കൊടുത്തിട്ടും ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പ്രോഗ്രാം എല്ലാം ഇപ്പം ഞാൻ ജസ്റ്റ് അറിയില്ല, നമുക്കിപ്പോൾ എല്ലാ പ്രോഗ്രാമും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എല്ലാത്തിൻ്റെ എക്സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഒരെണ്ണം വെച്ച് ലിമിറ്റ് ചെയ്യരുത്, പകരം മാക്സിമം നമ്പർ ഓഫ് പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നമ്മൾ ചെയ്ത സെയിം പ്രോഗ്രാമത്തിന് വേറെ വേറെ വാല്യൂസ് ഒക്കെ കൊടുത്ത് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സി പ്രോഗ്രാം തറവാകത്തുള്ളൂ. ഇനി മുൻപോട്ട് പോകുന്നതോറും നമ്മളിനി വീണ്ടും വീണ്ടും ടോപ്പിക്കിലോ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പോകത്തില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തറവായിട്ട് പഠിക്കണം. സോ അതിനായിട്ട് മാക്സിമം പ്രോഗ്രാം ചെയ്യുക. ചുമ്മാ നമ്മൾ PPT എടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ റെക്കോർഡിംഗ് മാത്രം നോക്കേണ്ട യാതൊരു യൂസും ഇല്ല. ഇത് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം പ്രോഗ്രാം ചെയ്യുക. ഇപ്പോൾ ഡയറക്റ്റ് സിസ്റ്റം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കുക, എങ്കിലേ നിങ്ങളുടെ ലോജിക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യേണ്ടി പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് അസോസിയേറ്റിവിറ്റി ആൻഡ് പ്രിസിഡൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോക്കുന്നതായിരിക്കും.